ശ്രീരാമകഥ തത്വാമൃതം നുകരാനായി സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദേവി ഭക്തപാദങ്ങളിലും എൻ്റെ സ്നേഹ നമസ്കാരം. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? പിന്നെ രാമായണ മാസത്തിലും അല്ലാണ്ടും ഉത്സവകാലത്തൊക്കെ പ്രഭാഷണം വളരെ നല്ലതാണ്. നമുക്കൊക്കെ അറിയാം, പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭയുള്ള, അതായത് അറിവിൻ്റെ പ്രകാശം നമുക്ക് തരുന്ന ഭാഷണമാണ് പ്രഭാഷണം. പക്ഷെ ഒരുപാട് കൊല്ലങ്ങളായിട്ട് നമ്മൾ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പ്രഭാഷണം എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, വളരെ നന്നായിരുന്നു, പ്രഭാഷകാരൻ വളരെ മനോഹരമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയും. ഒക്കെ കേട്ടിരിക്കുകയും ചെയ്യും ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ. എന്നാൽ അതിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിൽ എന്ത് പ്രാവർത്തികമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴവർ ചിന്തിക്കാം, ശരിയാണല്ലോ, എല്ലാം കേട്ടു, മനോഹരമായിരുന്നു, ഇതൊക്കെയോ മനസ്സിലായി. പക്ഷേ അത് വീട്ടിൽ ചെന്നത് മനനം ചെയ്തിട്ടില്ല. രണ്ടാമത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ തന്നെ സംഭവിക്കാറില്ലേ? ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടത്തി. പക്ഷേ ചോദ്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉത്തരം കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചു, പ്രഭാഷണത്തേക്കാൾ മനോഹരമാവുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുക ഒരു സംവാദ രൂപത്തിലായാലോ. അതിന് കാരണം ഉണ്ടേനും. ആദ്യകാലം മുതൽക്ക് ഒരുപാട് കാലം മുമ്പ് തന്നെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ, സനാതന ധർമ്മ സംസ്കാരത്തിൽ അറിവ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നത് സംവാദ രൂപത്തിലാണ്. അതേത് പുരാണ ഗ്രന്ഥം എടുത്തു നോക്കിയാലും, ഇതിഹാസങ്ങൾ എടുത്തു നോക്കിയാലും, ഉപനിഷത്തുകൾ നോക്കിയാലും എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ്. ഗുരു ശിഷ്യ സംവാദമായിട്ടാണ് അറിവ് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നത്. നമുക്ക് ഏറ്റവും അടുപ്പുള്ള രാമായണത്തിൽ അങ്ങനെയല്ലേ? ആര് തമ്മിലുള്ള സംവാദ രാമായണം? ഉമാമഹേശ്വര സംവാദം നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? ഭഗവാൻ പരമശിവൻ പാർവതീ ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് രാമകഥ. തത്വം, കഥയിലൂടെ തത്വത്തിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതാണ് രാമായണ കഥ, രാമന്റെ കഥ. ഭഗവത്ഗീത എടുത്താൽ അങ്ങനെ തന്നെയാണ്. കൃഷ്ണാർജുന സംവാദമാണ് അല്ലേ? ഏത് പുരാണ, സ്കന്ദ പുരാണമായാലും അങ്ങനെ, അതും പാർവതി പരമേശ്വര സംവാദം, ഏതെടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സംവാദത്തിലൂടെ, അതായത് ചർച്ചയിലൂടെ ഒരാൾ ഉപദേശിച്ച പാടെ കേട്ട് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളയാം, അല്ലെങ്കിൽ അത് കേട്ട് അങ്ങനെ തലയാട്ടം, അതായിരുന്നില്ല. സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി ആ തത്വം മനസ്സിലാക്കാം, ഫിലോസഫി മനസ്സിലാക്കാം. അതായിരുന്നു നമ്മുടെ സംസ്കാരത്തിൻ്റെ രീതി. അതന്നെ നമുക്ക് തുടരാനേ, അതല്ലേ കുറച്ചുകൂടെ എളുപ്പമാവുക. പ്രഭാഷണം മാത്രമായി ശരിയാവില്ല. അത് പിന്നെ അതറിഞ്ഞ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓരോ ചോദ്യമായിട്ട് നമുക്ക് ചെയ്യാല്ലേ. ഇപ്പോൾ അറിവ് ഒരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഗുരുവും ശിഷ്യനും ഒരുപോലെ അറിവിൻ്റെ തലങ്ങളിൽ ശ്രേഷ്ഠരായിരിക്കും. നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. ഭാരതത്തിൽ ജനിച്ചു വളർന്നവരാ നമ്മളെല്ലാവരും. എന്താ ഭാരതം എന്നതിൻ്റെ അർത്ഥം? ഭാരതം എന്നാൽ ഭാസിൽ രമിക്കുന്നത്. ആ ഭാസിൽ രമിക്കുന്നതായ ഭാരതത്തിൽ ജനിച്ചവരാണ് നമ്മൾ ഭാരതീയരൊക്കെ. അവരൊക്കെ അറിവിൽ വിളങ്ങിയവരാണ്. അപ്പോൾ ഈ അറിവ് എവിടെ പോയി? അത് നമ്മളുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്, സുഷുപ്ത അവസ്ഥയിലാണത്. അതൊന്ന് തൊട്ടുണർത്തുക മാത്രമേ വേണ്ടൂ ആ അറിവ് നമ്മുടെ മനോതലത്തിലെത്താൻ. നമുക്ക് രാമായണത്തിൽ ഒരു ചെറിയ സന്ദർഭത്തിലൂടെ മനസ്സിലാക്കാം. ഒരിക്കൽ സമുദ്രലംഘനത്തിനായി സമുദ്രം ചാടി, സന്ദർഭം അറിയാമല്ലേ? രാമായണം വായിച്ചവർക്കൊക്കെ അറിയാം. സമുദ്രം കടക്കാനായി 100 യോജന വിസ്തീർണമുള്ള സമുദ്രം തരണം ചെയ്യാൻ കഴിയാതെ ഇതികർത്തവിതാമൂഢനായി താടിക്ക് കൈ കൊടുത്ത് ഹനുമാൻ ഇരിക്കുക. മനസ്സിൽ കാണുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി വന്ന് പറയുന്നുണ്ട്, മകനെ, പണ്ട് 2 വയസ്സുള്ള സമയത്ത് വെറും ബാലനായിരുന്ന നീ സൂര്യബിംബം പിടിക്കാനായി ചാടിയിരുന്നു. അന്ന് 500 യോജനയാണ് ചെറുപ്പകാലത്ത് നീ ചാടിയത്. അത്രയും പറയേണ്ടി വന്നുള്ളൂ. അതാരാണ്? ജാമ്പവാൻ ഇത് പറഞ്ഞതും കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. ആ സന്ദർഭം ഹനുമാന്റെ മനസ്സിൽ ഓടി വരികയും, എനിക്ക് 100 യോജന ചാടുക എന്നത് എത്ര നിഷ്പ്രയാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാമകാര്യത്തിനായി ലങ്കയിലേക്ക് പറക്കുകയുണ്ടായത്. ഇതുപോലെ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, നമ്മളിൽ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനം തൊട്ടുണർത്തുക മാത്രമാണ് എൻ്റെ ദൗത്യം. അത് മാത്രമാണ് ഞാൻ ചെയ്തത്.
ഈ സന്ദർഭത്തിൽ ജാമ്പവാനാണോ ഹനുമാനാണോ ശ്രേഷ്ഠത എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? തീർച്ചയായിട്ടും ഹനുമാനാണ്, അല്ലേ? അതുപോലെ ഓരോ ജ്ഞാനികളായ ഹനുമാന്മാരാണ് അവിടെ ഇരിക്കുന്നത്. എനിക്ക് ജാമ്പവാന്റെ റോള് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് രാമകഥയിലേക്ക് വരാം. ഒരുപാട് വർഷങ്ങളായി, 20, 30, 40 വർഷങ്ങളായി രാമായണം എല്ലാ കർക്കിടക മാസത്തിലും നമ്മൾ വായിക്കുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ രാമായണ കഥ മാത്രം വായിക്കുന്നത്? ഇത്രയധികം പുരാണങ്ങളുണ്ട്. ഇതൊന്നും വായിക്കണമെന്ന് ആരും നമ്മുടെ പൂർവ്വസൂരികളൊന്നും നിഷ്കർഷിച്ചില്ല. രാമായണം വായിക്കാൻ പറഞ്ഞു, അത് കർക്കിടക മാസത്തിൽ തന്നെ വായിക്കാൻ പറഞ്ഞു. അതെന്തായിരിക്കും? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ദുർഘട മാസം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കർക്കിടകത്തിൽ തന്നെ വായിക്കണമെന്ന് നിഷ്കർഷിച്ചത്? എന്തായിരിക്കും? ഇത്രയും വർഷം രാമായണം വായിച്ചു, ഇവിടെ കുറേ ആൾക്കാർ വായിച്ചവരുണ്ട്, പുതുതായിട്ട് ഈ വർഷം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തുടങ്ങിയവരുണ്ട്. ചോദിക്കട്ടെ, ഇത്ര കാലം രാമായണം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? അതിൽ നിന്ന് എന്താ കിട്ടിയത്? ഉറക്കെ പറയാട്ടോ. ഒരു കുടുംബമായി കഴിഞ്ഞാൽ ആ സഹോദര ബന്ധം എങ്ങനെയായിരിക്കണം, അച്ഛൻ എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, അല്ലെ? പ്രജകളെ എങ്ങനെയാണ് ഒരു രാജാവ് പരിപാലനം ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിലൂടെ പഠിച്ചൂടെ? ഭൗതികമായ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി. അതുപോലെ ആധ്യാത്മികമായതും അതിലുണ്ട്. എന്നാൽ പണ്ട് കാലത്തുള്ള പഴയ നമ്മുടെ തലമുറക്കാരെല്ലാം എന്തിനാണ് രാമായണം വായിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. അവരുടെ മനസ്സിലത് വന്നതേയില്ല. കാരണം പൂർവികർ എന്തു പറഞ്ഞോ, നമ്മുടെ പിതൃക്കൾ എന്തു പറഞ്ഞോ അത് അപ്പാടനുസരിക്കുക മാത്രമേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ പുതിയ തലമുറ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് സംശയമുണ്ട്. പല സെഷനുകളിലും ഇതുപോലെ രാമായണ തത്വവിചാര സദസ്സുകൾ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് സംശയങ്ങൾ ചോദിക്കുമ്പോൾ 1000 സംശയങ്ങളാണ്. അതിൽ നിന്ന് വന്നാണ് എനിക്കും ഇത്തരം സംശയങ്ങൾ. എന്തിനാണ് രാമായണം വായിക്കുന്നത്? അത് വായിച്ചത് കൊണ്ട് ആ വായിക്കുന്ന വ്യക്തിക്ക് എന്ത് ഗുണമാണുള്ളത്? അതിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? അതുകൊണ്ട് എന്ത് ലഭിക്കും? എന്തുകൊണ്ട് കർക്കിടക മാസത്തിൽ തന്നെ വായിക്കണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാതാവുകയാണ്. ആ ഉത്തരം കിട്ടാതാവുമ്പോൾ, മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോൾ സാധാരണ അമ്മമാർ പറയും, എന്താ പറയാ, നമ്മളൊക്കെ എന്താ പറയാ, നമുക്ക് ഉത്തരം കിട്ടാണ്ട് നമ്മുടെ മക്കളോട് എന്താ പറയാ? എനിക്ക് അറിയില്ലേ മോളെ, നമ്മള് പറയില്ല അല്ലേ? നമ്മളെന്താ പറയാ? അവരോട് നമ്മൾ പറയും, പോയിരുന്ന് പഠിക്കടിന്ന് പറഞ്ഞ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ മക്കൾ ഇതിനൊന്നും ചോദിക്കില്ല അല്ലേ? പക്ഷെ അതിലൊരു കുഴപ്പമുണ്ട്. അവര് പഠിക്കാൻ പോയോ ഇല്ലയോ, അവര് ചിന്തിക്കും ഇതിന് ഉത്തരം എവിടെ കിട്ടും. എന്നാൽ ഉത്തരം പറയുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അവര് യുക്തിയുക്തമായ ഉത്തരം പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നു. ചതിക്കുഴികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്നുപെടാതിരിക്കണമെങ്കിൽ അവർ ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കി മുന്നേ തന്നെ നമ്മൾ ഉത്തരം കണ്ടെത്തണം. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്തിനാണ് രാമായണം വായിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ആദ്യൊരു സംശയമാണല്ലേ? ബാലകാണ്ഡത്തിൽ എഴുത്തച്ഛൻ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. രാമനാമത്തെ ജപിച്ച കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായത് കണ്ട് ഭൂമിയിലെ ജന്തുക്കൾക്ക് മോക്ഷം ലഭിക്കാനായി ബ്രഹ്മാജ്ഞയാൽ വാണീദേവി വാൽമീകിയുടെ നാവിൽ വാണരുളി. അപ്പൊ എന്തിനാ രാമായണം വായിക്കണമെന്ന് എഴുത്തച്ഛൻ പറഞ്ഞത്? മോക്ഷം ലഭിക്കാൻ. നമുക്കൊക്കെ മോക്ഷം വേണോ? ആവശ്യമുണ്ടോ മോക്ഷം? നമുക്കൊക്കെ വേണം. അപ്പൊ ചോദിച്ചോട്ടെ, എന്താണ് മോക്ഷം? സാധനം നമുക്ക് വേണമെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? എന്താണ് മോക്ഷം? മോക്ഷം എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ചെറിയ ഭയമുണ്ട്. മരണാനന്തരം നമ്മുടെ ഭൗതിക ശരീരം വെടിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന എന്തോ ഒന്നാണ് മോക്ഷം എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. അതെ, അതിന് ശേഷവും വേണം. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷം വേണം. മോക്ഷം എന്നാൽ മോചനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്തിൽ നിന്നുള്ള മോചനം? എന്തോ ഒന്നിൽ നമുക്ക് മൊത്തം ശാപമോക്ഷം നമുക്ക് കേട്ടിട്ടില്ല, അഹല്യാമോക്ഷം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടിൽ എന്തിൽ നിന്നുള്ള മോചനമാണ്? അജ്ഞാനത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ നേടേണ്ടത്. അതാണ് രാമായണത്തിലൂടെ ലഭിക്കുന്നത്. അപ്പൊ എന്താണ് അജ്ഞാനം? അറിവില്ലായ്മ. അപ്പൊ അറിവ് വേണം. ആ അറിവ് വരുമ്പോൾ ഒരു ഇരുട്ടിലൊരു പ്രകാശം തെളിയിച്ചാൽ എപ്രകാരമാണോ ഇരുട്ട് നീങ്ങി അന്ധകാരം നീങ്ങി ആ വെളിച്ചം പ്രസരിക്കുന്നത്, അതുപോലെ അറിവ്
ജ്ഞാനം നമ്മളിലേക്ക് വന്നാൽ നമ്മുടെ മനസ്സിലെ അന്ധകാരം, അറിവ് നമ്മൾ വിളങ്ങും. അറിവില്ലായ്മ നമ്മളെ തനിയെ വിട്ടൊഴിഞ്ഞു പോകും. അത് വിട്ടൊഴിഞ്ഞു പോകാനാണ് രാമായണം വായിക്കുന്നത്. അപ്പം എന്താണ് ജ്ഞാനം എന്നറിയണല്ലേ? എന്താണ് ജ്ഞാനം? അറിവ്. അതെന്ത് അറിവ്? ആ അറിവ് എന്താണ്? ആ അറിവാണ് വേദം. വേദം എന്നാൽ ജ്ഞാനം. അപ്പം നമുക്കൊക്കെ വേദം പഠിക്കാൻ സമയമുണ്ടാവും. ഗൃഹസ്ഥാശ്രമികളായ നമുക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നമുക്ക്, അല്ലേ? ജീവസന്ധാരണത്തിന് എന്തൊക്കെ വേണം? അതിനിടയിൽ വേദം പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല. ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനമായ വേദം പഠിക്കാൻ നമുക്ക് സമയമില്ല. അതിന് നിഷ്കർഷയുണ്ട്. അതിന് ഗുരുപദേശം വേണം. ഗുരുവിൻ്റെ ഉപദേശം ഇല്ലാതെ നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. അതിൻ്റെ രീതികളൊക്കെ പഠിക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ബ്രഹ്മാവ് വേദം തന്നെയായ ജ്ഞാനം, വേദത്തിലെ മഹാവാക്യങ്ങളായ തത്വമസി, അഹമാത്മാ ബ്രഹ്മ, അയം ബ്രഹ്മാസ്മി എന്നൊക്കെ മഹാവാക്യങ്ങൾ നമ്മൾ എവിടേക്കോ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥതലങ്ങളൊന്നും നമ്മൾ അന്വേഷിച്ചു പോകാറില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വിളങ്ങാനായാണ് രാമായണം. 4 വേദങ്ങളും രാമായണത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. 24,000 ശ്ലോകങ്ങളിലായി വാൽമീകി മഹർഷി മനോഹരമായി എപ്രകാരമാണോ കയ്പുള്ള മരുന്ന്, കയ്പുള്ള ഔഷധം നമുക്ക് മധുരം പൊതിഞ്ഞ് കഥാരൂപത്തിൽ ആ വേദമാകുന്ന കയ്പ്, ഏറ്റവും ഗുണമുള്ളതിന് കയ്പായിരിക്കില്ലേ? ഔഷധത്തിനൊക്കെ ഒരു കയ്പ് രുചിയായിരിക്കും. അതിന് നമുക്ക് ഈ വേദത്തിനെ, ദുഷ്കരമായ ദുർഗ്രാഹ്യമായ വേദത്തിനെ മധുരം പൊതിഞ്ഞ് കഥാരൂപത്തിൽ, രാമകഥാരൂപത്തിൽ വളരെ രസകരമായി വേദം തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അക്ഷരങ്ങൾക്കൊക്കെ അത്രയും ഫലസിദ്ധിയുണ്ട്. അത് നമുക്ക് വായിച്ചാൽ മാത്രം മതി, പാരായണം ചെയ്താൽ മാത്രം മതി. അതിൽ പറയുന്നുണ്ട്, ഇന്ന ഭാഗങ്ങൾ വായിച്ചാൽ, പുത്രതാമേഷ്ടി വായിച്ചാൽ നിത്യേന, അതിന് പ്രാധാന്യമുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ സുഖപ്രസവമാണ്, സൽസന്താന ലഭ്യാണ്. രാമനെ പോലെ ലക്ഷ്മണകുമാരനെ പോലെയൊക്കെ നല്ല സന്താനങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് എഴുത്തച്ഛൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂർവികർ പറഞ്ഞത് ശരിയായിരിക്കില്ലേ? തെറ്റാകാൻ വഴിയില്ല. നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പുത്രകാമേഷ്ടി വായിച്ചാൽ ഇന്ന ഫലമുണ്ട്. അതുപോലെ തന്നെ താരോപദേശം വായിച്ചാൽ, ഇങ്ങനെ ഓരോ ഭാഗങ്ങളും, ലക്ഷ്മണോപദേശം നമുക്ക് നൽകുന്ന ഉപദേശമാണ്. ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നുണ്ട്. സ്വയംവരം വായിച്ചാലോ വിവാഹ തടസ്സം മാറിക്കിട്ടും. ഇങ്ങനെ ഓരോ ഭാഗം വായിക്കുമ്പോൾ ഇന്നെ ഈ സ്തുതി കേട്ടാൽ, ജപിച്ചാൽ, അല്ലേ, ഇന്ന ഫലം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ രാമായണത്തിൽ ഓരോ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കിത് വായിച്ചിട്ട് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ? കുട്ടികൾ ചോദിക്കും. എത്രയോ വർഷമായി എൻ്റെ മുത്തശ്ശി ഇത് വായിക്കുന്നുണ്ട്, പക്ഷെ മുത്തശ്ശിയുടെ പ്രവൃത്തിയിൽ ഞങ്ങൾക്കത് തോന്നിയിട്ടില്ല. എന്നാൽ പിന്നെ ഞാനെന്തിനത് പാരായണം ചെയ്യണം? ശരിയല്ലേ ചോദിച്ചത്? കുട്ടികൾ ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. 30-40 വർഷം മുമ്പ് ജനിച്ചിരുന്ന, നമ്മുടെ പ്രായത്തിലൊക്കെ ജനിച്ചിരുന്ന ആ കുട്ടികളെക്കാൾ ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും 12 വയസ്സിൻ്റെ ബുദ്ധിയുണ്ടെന്നാണ് പറഞ്ഞ അന്നത്തെ ആളുകളുടെ. എന്നുവെച്ചാൽ ബുദ്ധി കൂടുതലാണ്. ബുദ്ധി അത്രയധികം കൂടുതലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ ബുദ്ധി കൂടുന്തോറും ബോധതലം കുറഞ്ഞവരുണ്ട്. ബോധതലം കുറവാണ്. നമുക്കറിയാലേ, കൗമാര പ്രായക്കാർക്കൊക്കെ എങ്ങനെയാണ്? ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, പരിണത ഫലം അവർ ചിന്തിക്കാതെ ചെയ്യും. പെട്ടെന്നായിരിക്കും കുട്ടികളുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം ഉടനെ വരും. ശരിയാണോ തെറ്റണോ എന്ന് അവർ ചിന്തിക്കാറില്ല. ഇതന്നെ അവരുടെ പ്രവൃത്തിയിൽ കാണാം. അപ്പം ഇങ്ങനെ എൻ്റെ മുത്തശ്ശി വായിച്ചിട്ട് അതിൻ്റെ ഗുണം മുത്തശ്ശിക്ക് ഉണ്ടായതായി, മുത്തശ്ശിയുടെ പ്രവൃത്തിയിൽ ഉണ്ടതായി എനിക്ക് തോന്നിയില്ല എന്നൊരു കുട്ടി പറഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? എന്തായിരിക്കും കാരണം? എഴുത്തച്ഛൻ പറഞ്ഞ ഈ ഗുണഗണങ്ങളൊന്നും നമ്മളിലേക്ക് എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും കാരണം? എഴുത്തച്ഛൻ വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെ വായിക്കണം, എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. എങ്ങനെ രാമായണം പാരായണം ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പതുക്കോ? ഭക്തിയോടെ കേട്ടുകൊള്ളുവിൻ, ഭക്തിയോടെ എന്ന് എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നു. ഭക്തിയോടെ നമ്മൾ വായിച്ചാൽ, അല്ലെങ്കിൽ കേട്ടാലും മതി. രാമായണത്തിന് അപ്പോഴും ഗുണമുണ്ട്. ഭക്തി എന്ന് വെച്ചാൽ ശ്രദ്ധ എന്നെ അർത്ഥമുള്ളൂ.
ശ്രദ്ധയോടെ, ഈ പറഞ്ഞ ഭക്തിയോടെ നമ്മൾ വായിച്ചാൽ രാമായണത്തിൽ എന്തെല്ലാം ഗുണഫലങ്ങൾ ഭഗവാൻ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ എന്താണ് ഭക്തി? ഭക്തിയോടെ, ഈ പറഞ്ഞ ശ്രദ്ധയോടെ നമ്മൾ ഏതു കാര്യം ചെയ്താലും അത് വിജയത്തിലെത്തും. നമ്മൾ ഭക്തിയോടെയാണോ, ഈ പറഞ്ഞ ശ്രദ്ധയോടെയാണോ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയത് എങ്കിൽ നമ്മുടെ മക്കള് വേറെ ഒരിക്കലും പോവില്ല. അവരെ കണ്ട് നമ്മളൊരു നാട്ടു ചൊല്ലുണ്ട് അല്ലേ, മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത്. പക്ഷെ ഭക്തിയോടെ വളർത്തിയാൽ നമുക്ക് കൊതിക്കാം. ഒരു ഉണ്ണി മാങ്ങി കൊഴിഞ്ഞു പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. ആരെ പോലെ? കൗസല്യാദേവിയെ പോലെ. കൗസല്യാദേവി വളർത്ത രീതി അനുസരിച്ചാണ് ശ്രീരാമൻ 14 വർഷം കാട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞില്ല അമ്മയോട്. ലക്ഷ്മണൻ പോലും പറയുന്നുണ്ട് അല്ലേ, ഈ വയസ്സനായ ഈ അച്ഛൻ പറയുന്നത് കേട്ട്, താതൻ പറഞ്ഞത് കേട്ട് 14 വർഷം എന്തിനു കാട്ടിലേക്ക് പോകുന്നു? അവനെല്ലാം പിടിച്ചു കെട്ടി രാജ്യം ഭരിക്കണം എന്ന് ലക്ഷ്മണൻ പോലും പറഞ്ഞു. പക്ഷെ ശ്രീരാമൻ അത് പറഞ്ഞില്ല. ശ്രീരാമനെ പോലുള്ള സീതാദേവിയെ പോലുള്ള മക്കൾ നമുക്കുണ്ടാവണമെങ്കിൽ ഭക്തിയോടെ മാത്രം അവരെ വളർത്തിയാൽ മതി. അത്രയും വേണ്ടു. ഭക്തിയോടെ ഓരോ കുട്ടികളും വിദ്യാർത്ഥി പഠിച്ചാൽ എന്തുണ്ടാവും? 100% വിജയം ആ കുട്ടിക്ക് ഉണ്ടാവും. അത്ര മാത്രമേ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ ഭക്തിയോടെ നമ്മൾ രാമായണം വായിക്കുക. അപ്പൊ ഇന്നു മുതൽ വായിക്കണം. എന്ന് മുതലാണ് രാമായണം വായിക്കേണ്ടത്? എന്നാ തോന്നണേ ചാക്ക് വായിക്കാം? എന്ന് വേണമെങ്കിലും വായിക്കാം. ഏത് പ്രായത്തിലാണ് വായിക്കേണ്ടത്? അതിന് പ്രായമൊന്നുമില്ല, പ്രായപരിധിയില്ല അല്ലേ, അൺലിമിറ്റഡാ അല്ലേ, എത്ര GB ഉണ്ട്. രാമായണം എന്ന് മുതൽ വായിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ കഥയിലും അതുപോലെ തന്നെ എവിടെയൊക്കെ നോട്ടീസിലായാലും കാണുന്ന ഒരു മുത്തശ്ശി ഇരുന്ന് നിലവിളക്കിന് മുമ്പിൽ വായിക്കണം നമ്മൾ കാണാറല്ലേ. പോരാ, അത് നല്ലതാണ്, അപ്പോഴെങ്കിലും സാധിച്ചല്ലോ. പക്ഷേ നന്നേ ചെറുപ്പത്തിലെ അക്ഷരം കൂട്ടി വായിച്ച കാലം മുതൽ തെറ്റുപറ്റിയാലും വിരോധമില്ല, അക്ഷരമൊക്കെ നമുക്ക് അതിൽ വായിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ വായിച്ചാൽ ആ കുട്ടി വളർന്നു വലുതാകുമ്പോൾ ഏതു മേഖലയിലാണോ ആ കുട്ടിയുള്ളത് ആ മേഖലയിൽ അവൻ ഏറ്റവും ഉന്നത വിജയത്തിലുള്ളവനായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ രാമായണം വായിക്കണം. നന്നേ ചെറുപ്പത്തിലെ, എത്ര ചെറുപ്പത്തിലെ വായിക്കാൻ സാധിക്കുന്നു അത്ര ചെറുപ്പത്തിലെ. എന്ന് വെച്ചാൽ പ്രായത്തിൽ വായിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്തൊരു ജന്മം വരുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ജന്മത്തിൽ നമ്മളൊരു പ്രാരാബ്ധ കർമ്മങ്ങൾ കൊണ്ടുവന്നൊക്കെ ഈ ജന്മം നമ്മൾ അനുഭവിച്ചു, ഒരുപാട് അനുഭവിച്ചു തീർത്തു. അപ്പോൾ പുണ്യകർമ്മങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ നന്മ വിതറിക്കൊണ്ട് രാമകഥ വായിച്ചാൽ ഇനി അടുത്ത ജന്മത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. രാജാവിൻ്റെ മകനാകണോ, ബ്രാഹ്മണന്റെ മകനാകണോ എന്നൊക്കെ നമുക്ക് അല്ലേ, വൈശ്യന്റെ മകനാകണോ? അപ്പോൾ ഒരു കുട്ടി ചോദിച്ച സംശയത്തിൽ എനിക്ക് മനസ്സിലേക്ക് വരികയാണ്. രാമായണം വായനയിൽ നിന്ന്, കഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഭാര്യ എങ്ങനെയാവരുത്, ഒരു ഭർത്താവ് എങ്ങനെയാവരുന്നാണ് ഞാൻ പഠിച്ചത് എന്നാണ് കുട്ടി പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞു, കൗമാര പ്രായക്കാരിയായ പെൺകുട്ടി പറഞ്ഞത്. അപ്പോഴാണ് അത് ശരിയാണല്ലോ, അതെന്താ അങ്ങനെ? മരവരി കൊടുത്ത് രാജ്യമെല്ലാം ഉപേക്ഷിച്ച് രാജകുമാരിയായിരുന്ന ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവിനും കൂടെ ദുരിതമുണ്ടാക്കി നിർബന്ധിച്ച് കാട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത്. അതെന്താ അങ്ങനെ? നമുക്ക് തോന്നിയോ? അത് ബുദ്ധി കൂടുതലുള്ള കുട്ടികൾക്കൊക്കെ തോന്നും. അപ്പം അതിൻ്റെ കാര്യകാരണ സഹിതം നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് സീത കാട്ടിലേക്ക് പോയത്? 14 വർഷമാണ് കാട്ടിലേക്ക് പോയത്. അത് നമുക്ക് അവസാന ഭാഗം നമുക്ക് പറയാം. ഏതൊരു ആധ്യാത്മിക ഗ്രന്ഥമായാലും ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം, ഈ 3 തലങ്ങളാണുള്ളത്. വായനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്വ രജോ തമോ ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങളാണ്, ഈ ത്രിഗുണങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഏത് പ്രവൃത്തിയിലും ഏത് ചിന്തയിലും ഉള്ളത്. അതിൽ ആധ്യാത്മിക വശത്തിലെത്തുമ്പോൾ നമുക്കിതിനുള്ള ഉത്തരം കിട്ടും. നമുക്ക് ഭൗതികമായ വശത്തേക്ക് പോകാം. ഭൗതികമായ വശത്ത് എന്താ മനസ്സിലാക്കുക? രാമകഥ മാത്രം മനസ്സിലാക്കും അല്ലേ. ഓണപ്പാട്ടുകളിലൊക്കെ നമ്മൾ രാമകഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭൗതികമായ തലം നമ്മൾ ആദ്യം മനസ്സിലാക്കും, നമുക്ക് എളുപ്പം മനസ്സിലാകുന്നത് അല്ലേ. അതൊരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ പറയാം. പണ്ട് ഒരു കെമിസ്ട്രി അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. കെമിസ്ട്രി ഇഷ്ടമാണോ? പൊതുവെ കുട്ടികൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വിഷയമാണ് കെമിസ്ട്രി, രസതന്ത്രം. അത് കുറച്ചു നേരം പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ബോറടി ഫീൽ ചെയ്യും. കുട്ടികൾ ബോറടിക്കുന്നു, കുട്ടികൾ ചില ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അപ്പോൾ ബുദ്ധിമതിയായ മിടുക്കിയായ അധ്യാപിക പറഞ്ഞു, ഞാനൊരു കഥ പറയാം മക്കളെ.
കഥ എന്ന് കേട്ടതും കുട്ടികളുടെ ഉറക്കമൊക്കെ പോയി. നമ്മൾ ഏത് പ്രായത്തിലും അങ്ങനെയല്ലേ, കഥ കേൾക്കാൻ നല്ല രസമാണ്. അതങ്ങനെ കേട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്, നമുക്ക് ആ കുട്ടി ഉണരുമ്പോൾ നല്ല രസമാണ്, നമുക്ക് കഥ കേൾക്കാൻ തോന്നും. അപ്പോൾ അധ്യാപിക കഥ പറഞ്ഞു. പണ്ട് ഹരികൃഷ്ണനും ഹരിദാസ് എന്നും പേരുള്ള 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അമ്മയ്ക്ക് 2 മക്കൾ, അച്ഛനില്ല. അമ്മ ബുദ്ധിമുട്ടിയാണ് മക്കളെ വളർത്തിയിരുന്നത്. മക്കൾ അങ്ങനെ ഭിക്ഷ ചോദിച്ചങ്ങനെ നടക്കുന്ന സമയത്ത്, പഴയകാലത്ത് നടന്ന കഥയാണ്, ബ്രാഹ്മണർക്ക് ഭിക്ഷാം ദേഹിയായിട്ട് നടന്ന വിദ്യ അഭ്യസിക്കുന്നവർ. അങ്ങനെ ഭിക്ഷ ചോദിച്ച് നടക്കുന്ന സമയത്ത് അങ്ങനെ യാത്ര മധ്യേ ഒരു പെൺകുട്ടിയെ കണ്ടു. യുവതിയായൊരു പെൺകുട്ടി അവിടെ നിന്ന് ആകെ ആരുമില്ലാതെ അങ്ങനെ എന്തോ വിഷമത്തിൽ നിൽക്കണോട്ട്. അപ്പോൾ ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ നിരാലംബയാണ്, എനിക്ക് ആരുമില്ല, അച്ഛനമ്മൊക്കെ മരിച്ചുപോയി, ഞാൻ അനാഥയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ശരി, ഞങ്ങളുടെ കൂടെ വന്നോളൂ, ഞങ്ങൾക്ക് നല്ലവളായൊരു അമ്മയുണ്ട്, അമ്മ ആരെയും സ്വീകരിക്കും, നിങ്ങൾക്ക് അവിടെ കുറച്ച് നാൾ തങ്ങാം. കേട്ടതും ഓമനി എന്ന് പേരുള്ള ആ പെൺകുട്ടി ഇവരുടെ കൂടെ പോകുന്നു. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് വളരെ നല്ലൊരു സാധന കിട്ടിയിരിക്കണേ. അമ്മ പറഞ്ഞു, മക്കളെ പങ്കിട്ടെടുത്തോളൂ. കഥ ഇവിടെ കേട്ടിട്ടില്ലേ, കഥയിൽ ചോദ്യമില്ല. അപ്പോൾ അമ്മ പറഞ്ഞ വാക്ക് മാറ്റില്ല അല്ലേ, അമ്മ എന്ത് പറഞ്ഞോ അതേ മക്കൾ ചെയ്യും, ശരിയോ തെറ്റോ ചിന്തിക്കാറിയില്ല. അങ്ങനെ അവർ ആ പെണ്ണിനെ വിവാഹം കഴിച്ചു. അവർക്കൊരു പുത്രി ഉണ്ടായി. ആ പുത്രിക്ക് ആർദ്ര എന്നൊരു പേരിട്ടു. അങ്ങനെ ഹരിദാസിനും ഹരികൃഷ്ണനും H2 2 പേർക്ക് പ്ലസ് ഓമന ഓക്സിജൻ ഈക്വൽസ് ഉണ്ടായ കുട്ടിയാണ് H2O എന്ന് പറഞ്ഞ് ടീച്ചർ കഥ നിർത്തി. നിങ്ങൾക്ക് സൂത്രവാക്യം മനസ്സിലായോ? പിന്നെ കഥയിൽ കൂടെ അല്ലേ പറഞ്ഞത്, എന്തെങ്കിലും മറക്കോ? മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ചോദിച്ചാലും ചാടി എനിക്ക് പറയും കഥ വേണം അല്ല, ഈക്വേഷൻ കറക്റ്റായിട്ട് പറയും, സൂത്രവാക്യം മറക്കില്ല. ഹരിദാസും ഹരികൃഷ്ണനും ഓമനയും ആർദ്ര H2O ജലം മറക്കോ? എക്സാം ഹാളിൽ, പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുന്ന വിദ്യാർത്ഥി കഥ എഴുതോ ഈ സൂത്രവാക്യം എഴുതോ? ഇത്രയൊക്കെ ചോദിക്കാമോ? തീർച്ചയായും സൂത്രവാക്യം എഴുതൂലേ? ഇതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ചെയ്തത്. കഥയിലൂടെ ആ സൂത്രവാക്യം എങ്ങനെ അധ്യാപിക പഠിപ്പിച്ചുവോ അതുപോലെ മിടുക്കരായ ത്രികാലജ്ഞാനികളായ നമ്മുടെ ഗുരുക്കന്മാർ, ഋഷീശ്വരന്മാർ കഥയിലൂടെ നമുക്ക് ഈ ഈക്വേഷനാകുന്ന തത്വം രാമകഥയിലൂടെ അഹമാത്മാ ബ്രഹ്മ അയം ബ്രഹ്മാസ്മി എന്ന വേദവാക്യങ്ങൾ, മഹാവാക്യങ്ങൾ നമുക്ക് എത്തിച്ചു തന്നു. അത്രയും ഉണ്ടായുള്ളൂ. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്തു, കഥയൊക്കെ കേട്ടപ്പോൾ അങ്ങനെയാണോ, ഇത് ശരിയാവില്ല, അത് സ്ത്രീ പീഡനമാണ്, എങ്ങനെ 2 പേർ ചേർന്ന് ഒരാളെ വിവാഹം കഴിക്കാം? സ്ത്രീ പീഡനമാണ്. ചർച്ചയായി, ബഹളായി, നാട്ടിൽ മുഴുവൻ ചർച്ചയായി, സമൂഹം 2ഉം 3ഉം ചേരിയായി തിരിഞ്ഞു. ആരോപണങ്ങളായി, പ്രത്യാരോപണങ്ങളായി, വിമർശനങ്ങളായി. ഇതുപോലെയാണ് ഭൗതികമായ തലം, രാമായണ കഥയുടെ ഭൗതികമായ തലം മനസ്സിലാക്കിയവർക്ക് ഇത്തരം സംശയങ്ങൾ സ്വാഭാവികം. എന്നാൽ മിടുക്കരായ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇക്വേഷൻ എക്സാം ഹാളിൽ എഴുതിയത്, അതുപോലെ മനസ്സിൻ്റെ തലം ഉയർന്ന് അവർ ആധ്യാത്മികമായ തലത്തിലേക്ക് എത്തിച്ചേരും. ഇത്രയും തലയുള്ള കഥയിൽ എളുപ്പമല്ലേ നമ്മുടെ ഋഷീശ്വരന്മാർ ചെയ്തത്? പിന്നെ രാമായണത്തിൽ പറയുന്നു, രാമായണം വായിച്ചാൽ മോക്ഷം മാത്രമല്ല കേട്ടോ, പിന്നെയും ഒരുപാട് ഗുണങ്ങളാണ് പറയുന്നത്. നമ്മൾ കിഷ്കിന്ത കാണ്ഡത്തിൽ താരോപദേശത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? അടുത്തൊരു തത്വം പറയുന്നുണ്ട്, നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ, പറയില്ലേ, പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ദൃഢം സഞ്ചിതം ത്വമാംസ രക്താസ്ഥി കൊണ്ടിടോ, തൊക്കുകൊണ്ടും മാംസം കൊണ്ടും രക്തം കൊണ്ടും അസ്ഥി കൊണ്ടും ഉണ്ടാക്കിയതാണ് നമ്മുടെ ഭൗതിക ശരീരം. ഈ ശരീരം നശിക്കുന്നതാണ്, പക്ഷെ അതിനുള്ളിലുള്ള ദേഹത്തിലിരിക്കുന്ന ദേഹി ജീവൻ ഒരിക്കലും നശിക്കുന്നില്ല. അതാണ് എഴുത്തച്ഛനിലൂടെ രാമകഥയിലൂടെ നമ്മൾ അടുത്തൊരു തത്വം മനസ്സിലാക്കുന്നത്. ലക്ഷ്മണോപദേശത്തിലും അത് പറയുന്നു, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോകിയിടാം, അങ്ങനെയൊക്കെ പോവാം. അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതുകൊണ്ട് ഈ ദേഹം കൊണ്ടുള്ള അഹങ്കാരം, മഹാമോഹം, അഹങ്കാരം നമുക്ക് വേണ്ട. അതുണ്ടായാലും എന്തുപോലെയാവും? രാവണനെ പോലെയാവും. രാവണനെ പോലെ അല്ല, നമ്മൾ രാമനെ പോലെയാണ് ആകേണ്ടത്. രാവണൻ എന്ന് പറഞ്ഞാൽ 10 തലയുള്ള
രാവണൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബുദ്ധിമാനും 64 കലകളിലും വിളങ്ങിയവനുമായിരുന്നു രാവണൻ. രാവണനെ പോലെ ശ്രേഷ്ഠൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അത്രയും ബുദ്ധിമാനും എല്ലാ ശാസ്ത്രങ്ങളിലും വിശാരദനും ഭക്തോത്തമനുമായിരുന്നു. അത്രയും ഭക്തിയായിരുന്നു, ശിവഭക്തനായിരുന്നു. അങ്ങനെയുള്ള രാവണന് മൂല്യച്യുതി സംഭവിച്ചു. എന്തുകൊണ്ട്? കുലം തന്നെ നശിച്ചു. എന്തുകൊണ്ട്? അഹങ്കാരം എന്ന ദേഹോഹം എന്നുള്ള ബോധം കൂടുതലായി ഉണ്ടായതുകൊണ്ട്. എന്തുകൊണ്ടാണ് സീത അഹങ്കാരത്തിലേക്ക്, ആ രാവണനടുത്തേക്ക് എത്തിയത്? അഹങ്കാരിയാണ്, ഭൗതികതയുള്ള ആ രാവണനിലേക്ക് എത്തിയത് ലക്ഷ്മണന്റെ ഉപദേശം കേൾക്കാതിരുന്നുകൊണ്ടാണ്, മായ വന്ന് മൂടിയത് കൊണ്ടാണ്. അതുകൊണ്ട് മായാവിമോഹിതരാകാതെ ഇരുന്നാൽ, ഓരോ സ്ത്രീയും മായാവിമോഹിതരാവാതെ ഇരുന്നാൽ, ഭൗതികതയിൽ ഒരു പരിധി വിട്ട്, ഒരു ആവശ്യമാണ് ഒരേപോലെ ഭൗതികതയും ആധ്യാത്മികതയും ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ നമ്മുടെ 2 കൈകളാണ്. ഇത് രണ്ടും ഒരുപോലെ സമ്മേളിച്ചാൽ മാത്രമേ ഒരാൾക്ക് സുഖകരമായി ജീവിക്കാൻ സാധിക്കൂ. ഭൗതികതയും വേണം, പക്ഷെ അതിന് ആധ്യാത്മികത ഒപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശാരീരികവും മാനസികമായ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. അത് ലഭിക്കാനാണ് നമുക്ക് ക്ഷേത്ര ദർശനവും അധ്യാത്മ പാരായണവും അതുപോലെ തന്നെ ഗ്രന്ഥപാരായണങ്ങളും നാമജപവും പൂജാവിധികളും ധ്യാന രീതിയുമെല്ലാം. അതെല്ലാം ശരിയായി ചെയ്യുമ്പോൾ നാം ഈ പറഞ്ഞ ആധ്യാത്മികതയും ഭൗതികതയും കൂടിച്ചേർന്ന മനോഹരമായ രാമന്റെ തലത്തിലെത്തും. ഇതാണ് ദൈവികമായ വശം. ദൈവികമായ തലം രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും എടുത്തുകൊണ്ട് എങ്ങനെ രാമനെ പോലെയാകണം. ഈ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ പുരുഷനും രാമനെ പോലെയായാൽ എത്ര മനോഹരമായിരിക്കൂലേ. ഏകപത്നി വ്രതക്കാരനാണ്. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതെന്നറിയാം. ഒരു അലക്കുകാരൻ്റെ ഭാഷണം കേട്ടുകൊണ്ട് പോലും ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇന്നുള്ള ഏതെങ്കിലും ഇന്നത്തെ രാജാക്കന്മാരാരാ അല്ലേ? നമുക്കറിയാം അല്ലേ? അവരാരെങ്കിലും ചെയ്യൂ, നാട്ടിൽ അപവാദമുണ്ടായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യൂ. അപ്പം ചിലർ ചോദിക്കും, ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാജാവാണ് രാമൻ. അങ്ങനെയുള്ള രാമനെ എങ്ങനെ ഞാൻ ഫോളോ ചെയ്യും എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. പക്ഷേ സ്വന്തം കുടുംബത്തേക്കാൾ രാജ്യം എന്നാൽ പ്രജ, ആ പ്രജ സ്വന്തം കുടുംബമാണെന്ന് രാമൻ ചിന്തിച്ചു. അങ്ങനെ രാമനെ പോലെ ഓരോ ഭരണാധികാരിയും ഓരോ മകനും ഓരോ അച്ഛനും ആയിത്തീർന്നാൽ, ഓരോ ഭർത്താവുമായി തീർന്നാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ നാട് അല്ലേ? കൂടാതെ ഓരോ സ്ത്രീയും സീതയെ പോലെ ആയാലോ? ഏകപതി വ്രതം. ആരാണ് പത്നി? ധർമ്മപത്നിയാണ് അല്ലേ? സീത ധർമ്മപത്നിയാണ്. എന്താണ് ധർമ്മപത്നി? എന്തുകൊണ്ട് ധർമ്മപതി എന്ന് പറഞ്ഞില്ല? ഇതൊക്കെ ഓരോ കുട്ടികൾ ചോദിക്കുന്നതായിട്ട് ഓരോ സെഷനിൽ അവർ മനോഹരമായ ചോദ്യങ്ങൾ ചോദിക്കും. നമ്മളെ കൂടുതൽ അറിവിലേക്ക് അവരെത്തിക്കും. ഇത്തരം ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം, നമുക്കും അറിയുന്നത്. എന്താണ് ധർമ്മപത്നി? നമുക്ക് ധർമ്മപത്നിമാരാണോ അല്ലേ? അതെ. ധർമ്മം ചെയ്യാൻ ഭർത്താവിനോട്, പതിയോട് ചേർന്ന് നിൽക്കുന്നവളാണ് ധർമ്മപത്നി. ധർമ്മത്തിൽ നിന്ന് പതി വ്യതിചരിച്ചാൽ അത് ഓർമ്മപ്പെടുത്തി അദ്ദേഹത്തിന് പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടവളാണ് ധർമ്മപത്നി. അരുന്ധതി നക്ഷത്രത്തെ നോക്കി പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് പാണിഗ്രഹണം നടത്തുന്നത്. ഇപ്പം രീതികളൊക്കെ മാറിപ്പോയി. വിവാഹ സംസ്കാരമൊക്കെ നമ്മൾ മറന്നുപോയി. പഴയ കാലത്ത് ജാതിഭേദമൊന്നും ഉണ്ടായില്ല, എല്ലാവരും ചെയ്തിരുന്നു. ഇടക്കാലം കൊണ്ട് ഇത് വന്നു ചേർന്നതാണ്. അപ്പോൾ എന്താണ് ധർമ്മം? ധർമ്മം എന്താണെന്നറിയാതെ നമ്മൾ ധർമ്മപാതയിൽ അവരെ നയിക്കും. നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? എന്താണ് ധർമ്മം? ധർമ്മം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് ഓർമ്മ വരുന്നത്? പഴയ കാലത്തുള്ളവർക്ക് ധർമ്മം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക നമ്മുടെ മുറ്റത്തൊരാൾ വരാറുണ്ടല്ലേ, ധർമ്മക്കാരൻ. ഇന്നത് പിന്നീട് ഭിക്ഷക്കാരനായി, പതുക്കെ അത് ഭിക്ഷക്കാരൻ. ധർമ്മക്കാരനെ വരുന്നത് ധർമ്മം ചോദിച്ചുകൊണ്ട് വരുന്നത് അവധൂതന്മാരായിരുന്നു. അവര് വേദപാരംഗതന്മാരായിരുന്നു, വേദം പഠിച്ചവരായിരുന്നു. എല്ലാ അറിവുകളും പഠിച്ചില്ല, അറിവുകൾ തലയിൽ വിളങ്ങിയവരായിരുന്നു. അവർ തപസ്സിലൂടെ, നിഷ്ഠയിലൂടെ അറിവ് ഗ്രഹിച്ചവരായിരുന്നു. അവധൂതന്മാരാണ് ധർമ്മം ചോദിച്ചു വന്നത്. ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു വന്നിരുന്നത്. അവർക്ക് ധർമ്മം, നമ്മൾ ഗൃഹസ്ഥാശ്രമികളായ നമ്മൾ അവർക്ക് ദക്ഷിണാരൂപത്തിൽ, ഇന്നും അങ്ങനെയാണല്ലേ, അറിവ് നമുക്ക് പകർന്നു തരുന്നവർക്ക് അവർ ജ്ഞാനം അന്വേഷിച്ചു പോകുന്ന പാതയിൽ ഗൃഹസ്ഥാശ്രമം, അവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ജീവസംരക്ഷണം കഴിക്കാൻ നമ്മുടെ ശരീരം നിലനിർത്താൻ പറ്റില്ല അല്ലേ? അങ്ങനെയുള്ള ശരീരത്തെയും കുടുംബത്തെയും പോഷിപ്പിക്കാനായി അവർക്ക് സമ്പത്ത് വേണം അല്ലേ? അപ്പൊ ഗൃഹസ്ഥാശ്രമികളായ ആളുകൾ അല്ലെങ്കിൽ സമ്പത്ത് നേടുന്നവർ, അതിൻ്റെ ഒരു 10%
ഒരു ചെറിയ ശതമാനം, വളരെ കുറച്ച് നമ്മളിങ്ങനെ വരുന്ന അവധൂതന്മാർക്കും അറിവ് നൽകുന്നവർക്കും നൽകിയിരുന്നു. അതായിരുന്നു അവർ ജീവസന്ധാരണത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണർ മാത്രം വിദ്യ അഭ്യസിച്ച് അറിവ് പകർന്നു നൽകിയിരുന്നത്. അതെന്താണ്? ഒരു കുട്ടി അങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് അത് ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. 4 മതസ്ഥരായി 4 വർണ്ണങ്ങളായി നമ്മുടെ ഹിന്ദു മതത്തെ തിരിച്ചിരിക്കുന്നു. ഹിന്ദു മതം ഇല്ല കേട്ടോ ശരിക്കും. ഇവിടെ സനാതനധർമ്മം മാത്രമല്ലോ. എന്താണ് സനാതനധർമ്മം? എന്നെന്നും നിലനിൽക്കുന്ന, നിത്യനൂതനമായി എന്നും നിലനിൽക്കുന്ന പട്ടുവസ്ത്രങ്ങൾ എന്നും നൂതനാണല്ലേ, ഒരിക്കലും നശിക്കാത്തതായ ധർമ്മം. മറ്റേ ധർമ്മം എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ കടമ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. നമ്മളെല്ലാം ഓരോരുത്തരും അവരവരുടെ ധർമ്മം, കടമ പാലിച്ചാൽ ആ സമൂഹം, ആ കുടുംബം, ആ രാഷ്ട്രം എത്ര മനോഹരായിരിക്കും അല്ലേ? ഒരു ഗൃഹസ്ഥാശ്രമിയായ അമ്മ, ഒരു സ്ത്രീ സ്വന്തം കടമ നിറവേറ്റിയാൽ ഒരേ സമയം പത്നിധർമ്മം, പുത്രധർമ്മം, അവർ പുത്രിധർമ്മം അനുഷ്ഠിക്കണം, മാതൃധർമ്മം അനുഷ്ഠിക്കണം. നമുക്ക് ഓരോരുത്തർക്കും രാജ്യത്തിന്റെ പൗരന്മാരാണല്ലേ, അവരോട് രാജ്യത്തിനോട് നമുക്കൊരു കൂറ് വേണം, കടമ വേണം, രാഷ്ട്രധർമ്മം. ഇങ്ങനെ ഒരു പുരുഷനും സ്ത്രീയും മക്കളും ഓരോ മനുഷ്യരും, കൊച്ചുകുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാർത്ഥി ധർമ്മമുണ്ട്. ഇങ്ങനെ ഓരോ ധർമ്മങ്ങളും അവരവർ കടമകൾ അനുഷ്ഠിച്ചാൽ മനോഹരമായ രാമരാജ്യം ഇവിടെ വരും. ആ രാമരാജ്യം വരാൻ കൂടിയാണ് നമ്മൾ രാമായണം വായിക്കുന്നത്. ധർമ്മബോധമുള്ള, മൂല്യച്യുതി സംഭവിക്കാത്ത ഓരോ കുട്ടിയും പുതിയ തലമുറ ഉടലെടുക്കണമെങ്കിൽ നന്നേ ചെറുപ്പത്തിലെ നമ്മൾ അവരെ വായിക്കാൻ പ്രേരിപ്പിക്കണം. ഇതിലിന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് വേറൊരു ഗുണം കൂടി, അക്ഷരസ്ഫുടത ശരിയായി ലഭിക്കും രാമായണം വായിക്കാൻ. മലയാളം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. സംസ്കൃതവും പഠിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നുമല്ല, തനി മലയാളത്തിലാണ് എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. വായിക്കാൻ കുറച്ച് പാടുണ്ടല്ലേ. വേഗത്തിൽ വായിക്കണമെങ്കിലോ നേരത്തെ എങ്ങനെ വായിക്കണം നമ്മൾ പറഞ്ഞു? ശ്രദ്ധയോടെ വായിക്കണം, ഭക്തിയോടെ വായിക്കണമെങ്കിൽ എങ്ങനെ വായിക്കണം? നമ്മളെങ്ങനെ വായിക്കുക? കർക്കിടക 31 ആകുമ്പോഴേക്കും തീർക്കണമല്ലേ. നമ്മള് ട്രെയിനിലും വേഗത്തിൽ വായിക്കും, അർത്ഥം മനസ്സിലാക്കൊന്നുമില്ല. പക്ഷെ മനസ്സിരുത്തി സാവധാനം കുറച്ചു കാലം കഴിഞ്ഞ പ്രാക്ടീസിൽ കൂടെ നമുക്ക് വേഗത്തിൽ വായിച്ചാലും മനസ്സിൽ വിളങ്ങും, മനസ്സിലാവുന്ന വിധത്തിൽ നമുക്ക് വായിക്കാം. ആദ്യം കർക്കിടക മാസം തീരണ്ടേ, വിരോധമൊന്നുമില്ല, തീരട്ടില്ലെങ്കിൽ കഴിയണവരെ നമുക്ക് വായിക്കാം. എന്തുകൊണ്ട് കർക്കിടക മാസത്തിൽ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് കർക്കിടക മാസത്തിൽ? ദേഹവും, അതായത് നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കർക്കിടക മാസം. പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കും നമ്മുടെ ശരീരത്തിൽ. ഫിസിക്കൽ ബോഡി, നമുക്ക് കാണുന്ന ഈ ഭൗതിക ശരീരം കുറച്ച് ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആയുർവേദ വിധിപ്രകാരമുള്ള ദശമൂലികളൊക്കെ പിഴിഞ്ഞ് കർക്കിടകത്തിൽ മരുന്ന് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കും അല്ലേ. നമ്മുടെ ഭൗതിക ശരീരത്തെ പോഷിപ്പിക്കും. ഒരു വർഷം നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മളത് ചെയ്യുന്നു. പക്ഷെ നമുക്കൊരു മനസ്സുണ്ടല്ലേ, മാനസികമായ ആ ശരീരത്തെ പോഷിപ്പിക്കാൻ നമ്മൾ എന്താ ദൂരെ ചെയ്യണം? അതിനാണ് നമ്മുടെ പൂർവ്വസൂരികള്, നമ്മുടെ ഋഷീശ്വരന്മാർക്ക് വേദതത്വഗ്രാഹ്യമായ രാമായണം തന്നത്. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ തന്നെ വായിക്കുന്നത്. ശരീരവും മനസ്സും ഒരുപോലെ ചേർന്ന് ആരോഗ്യം, നമുക്ക് മനസ്സിനും ആരോഗ്യം വേണമല്ലേ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത് മനസ്സിലാവും. ഇന്ന് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുതിയ തലമുറ ഒരുപാടുണ്ട് അല്ലേ. ഞാനൊരു കൗൺസിലറാണ് കേട്ടോ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. എനിക്കത് പ്രത്യേകിച്ച് അറിയാം. എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടികൾ വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഡിപ്രഷൻ, ടെൻഷൻ, ഇതിനൊക്കെയുള്ള ഏറ്റവും നല്ല ഔഷധമാണ് രാമായണം. കുട്ടിക്കാലത്തെ അവർ വായിപ്പിച്ചു നോക്കും, ജീവിതത്തിൽ അവർ വിജയിക്കും. നമ്മുടെ ഹിന്ദു മതത്തിലാണ് നമ്മൾ സനാതന ധർമ്മം എന്ന് പറയുന്ന, നമ്മുടെ വിദേശികൾ നമ്മളെ ഹിന്ദുമതം എന്ന് വിളിച്ചില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഹിന്ദുക്കളായ നമ്മുടെ ഇടയിലാണ് ഏറ്റവും അധികം ആത്മഹത്യ നിരക്ക് നടക്കുന്നത്. വളരെയധികം ഖേദകരമല്ലേ. ഇത്രയധികം അമൃത് നമുക്ക് നൽകിയിരിക്കുകയാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അന്നു മുതലാണ് നമുക്ക് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആചാരങ്ങൾ തെറ്റിച്ചപ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നഷ്ടപ്പെട്ടത്. അപ്പൊ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? എന്തിനാണ് ഞാൻ അവിടെ കൈകൂപ്പി നിൽക്കുന്നത്? എന്തിനാണ് ഞാൻ ചമ്പറം പടിഞ്ഞിരിക്കുന്നത്, നാമം ജപിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയണം. ഈ തരത്തിലുള്ള ആരോഗ്യം ലഭിക്കാനാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കാൻ. മനസ്സിന് ആരോഗ്യം ഉണ്ടായാലേ ശരീരത്തിനും ഉണ്ടാവില്ലേ. രണ്ടും പരസ്പരം ചേർന്നിരിക്കുന്നു.
അപ്പോൾ നമ്മുടെ അധ്യാത്മരാമായണം എഴുതിയ നമ്മുടെ എഴുത്തച്ഛൻ പറയുന്നത്, നമ്മുടെ ഗുരു പറയുന്നുണ്ട്, ഞാൻ ബ്രാഹ്മണോത്തമനൊന്നുമല്ല, സാദരം ക്ഷമിച്ചിടുവിൻ കൃപയാലെ വേദം തന്നെയായ ഈ രാമായണം ഞാൻ എഴുതിയിരിക്കുന്നു, ബ്രാഹ്മണനല്ലാത്ത ഞാൻ. കാരണം അന്ന് കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വിദ്യ അഭ്യസിച്ചിരുന്നവർ, ജ്ഞാനം അഭ്യസിച്ചിരുന്നവർ അവർ മാത്രമാണ്. ഇന്ന് കാലം മാറിയില്ലേ? ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, എന്നാലാണ് ഈ 4 വർണ്ണങ്ങളും ജാതികളും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ കുട്ടി ചോദിച്ചാൽ, ശരി, ഭഗവാൻ കൃഷ്ണനാണല്ലേ ജാതിയൊക്കെ ഉണ്ടാക്കിയത്, ഈ വക ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മോശമെന്നും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്, അത് ശരി, ഈ കൃഷ്ണനെയാണോ ഞാൻ തൊഴേണ്ടത്? സൂത്രക്കാരൻ, ബ്രാഹ്മണരോട് മാത്രം കൂറു പുലർത്തുന്നവൻ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുട്ടികൾ ചിലത് നേരിട്ടും ചോദിക്കുന്നുണ്ട്. കുട്ടികളുടെ തല കുനിഞ്ഞു പോവുക. നമ്മുടെ പിതാമഹന്മാരെ കുറിച്ച് അവർക്ക് മനസ്സിലൊരു അഭിമാന ബോധവുമില്ല, സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് പോലും ഇല്ലാത്ത കാലഘട്ടമായി ഇപ്പോൾ. അപ്പം നമ്മൾ പകർന്നു കൊടുക്കണം. അതിനുശേഷം ഭഗവാൻ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, പിന്നാലെ അടുത്ത വരുന്നുണ്ട്, ഗുണകർമ്മ വിഭാഗശഃ. ഇതാരും പറയില്ല കേട്ടോ. ആദ്യം ചിലതിലൊക്കെ കണ്ടില്ലേ, ചില ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ചില സെഷനിലൊക്കെ ആരെങ്കിലും സംസാരിക്കുന്നു, പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഭാഗം, മോശം ഭാഗം മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. ലാസ്റ്റാണ് നല്ലത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും കാണിക്കൂല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറഞ്ഞ് മൂടി വെച്ചു. ഗുണവും കർമ്മവും അനുസരിച്ചാണ് അങ്ങനെയുള്ള ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ, ബ്രാഹ്മണന്റെ പുത്രൻ ബ്രാഹ്മണൻ തന്നെയായിരുന്നു. ബ്രാഹ്മണൻ എന്താണോ ചെയ്തിരുന്നത് അതേ പുത്രനും ചെയ്തിരുന്നുള്ളൂ. പൂജാവിധികളും അതുപോലെ തന്നെ ജ്ഞാനസമ്പാദനം, വേദപഠനം. ഒരു ശൂദ്രൻ, അതായത് കൃഷിപ്പണിയല്ല, അധ്വാനമുള്ള പണി, അധ്വാനമുള്ള ഗൃഹം നിർമ്മാണം അല്ലേ? നമ്മളൊക്കെ ഇതൊക്കെ ഗൃഹം നിർമ്മിക്കണേ അധ്വാനിക്കണ്ടേ? ബ്രാഹ്മണൻ ഇരുന്ന് ഇങ്ങനെ അറിവുള്ള ഒരാളിരുന്ന് വേദം ചൊല്ലി ഇതൊക്കെ തനി ഉയർന്നു വരുമോ? അതിന് കായികാധ്വാനം വേണം, അതും വേണം ഇതും വേണം അല്ലേ? അപ്പൊ കായിക അധ്വാനം ചെയ്യുന്ന വ്യക്തിയെ ഭഗവാൻ ശൂദ്രൻ എന്ന് പറഞ്ഞു. അത് കുലത്തൊഴിലായി അവർ കൊണ്ടു നടന്നു. ഇനി ക്ഷാത്രവീര്യം വേണം രാജ്യം ഭരിക്കുന്നവന്, വേണ്ടേ? പട്ടാളത്തിന് യുദ്ധം ചെയ്യുന്നവർക്ക് അല്ലേ സൈനിക ബലം വേണം, അവന് ക്ഷാത്രവീര്യം വേണം. അതില്ലാതെ അവൻ മന്ത്രം ജപിച്ചിരുന്ന് ഓപ്പോസിറ്റ് യുദ്ധം ചെയ്യാൻ വരുന്നവന് വാളെടുക്കില്ല, ഞാൻ വെടിവെക്കില്ല എന്ന് പറഞ്ഞാൽ സ്വയം മരിക്കാം, രാജ്യവും നശിക്കും അല്ലേ? അതുകൊണ്ട് ക്ഷാത്രവീര്യം ആവശ്യമുള്ളവനെ, രാജ്യം ഭരിക്കുന്നവനെ, സേനകളിൽ വർക്ക് ചെയ്യുന്നവനെയൊക്കെ എന്ത് പറഞ്ഞു? ക്ഷത്രിയൻ എന്ന് വിളിച്ചു. പിന്നെ വ്യാപാരികളുണ്ട്, സമ്പത്ത് വേണമല്ലേ? ഒരാളിരുന്ന് ജ്ഞാനം സമ്പാദിച്ചിരുന്ന് ജ്ഞാനം വയറ് നിറയണമെങ്കിൽ സമ്പത്ത് വേണം, അതിന് വ്യാപാരികൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് അവരെ വൈശ്യർ എന്ന് വിളിച്ചു. ഇന്ന് ആരൊക്കെയാണോ വ്യാപാരം ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്, അവരൊക്കെ വൈശ്യന്മാരാണ്. ആരൊക്കെയാണോ കായികപരമായ അധ്വാനം ചെയ്ത് ബിൽഡിംഗ് വർക്കുകൾ ചെയ്യുന്നത്, അവരൊക്കെ ശൂദ്രന്മാരാണ്. ആരാണോ ജ്ഞാനസമ്പാദനത്തിനായി ഇറങ്ങി പുറപ്പെട്ടത്, അവരൊക്കെ ബ്രാഹ്മണരാണ്. അതുകൊണ്ട് ശൂദ്രകുലത്തിൽ ജനിച്ചുകൊണ്ട് ഒരാൾ ശൂദ്രനാവുന്നില്ല. ബ്രാഹ്മണ്യം നേടിയാൽ, അറിവ് നേടിയാൽ അവൻ ബ്രാഹ്മണനായി. ഇന്നത്തെ അന്നും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എക്സ്പേർട്സുകൾ ഉണ്ടാവാൻ ട്രെയിനിങ് ഒന്നും കൊടുക്കണ്ടല്ലേ? നമുക്ക് പ്രഹ്ലാദന്റെ കഥ അറിയാം. പ്രഹ്ലാദൻ വയറ്റിലായിരുന്ന സമയത്ത് നാരദ മഹർഷിയുടെ ആശ്രമത്തിലായതുകൊണ്ട് നാരായണ നാരായണ കേട്ട് ജനിച്ചപ്പോൾ എന്തായി? അസുരപുത്രനാരായി? നാരായണ ഭക്തനായി. അപ്പോൾ വൈദ്യന്റെ മകനാരാവും? വൈദ്യനാവും. എന്താന്ന് വെച്ചാൽ വൈദ്യൻ അവിടെ ഇന്ന മരുന്ന് പറിക്കാതെ ഇതെന്ന് പറയുന്നത് എല്ലാ അമ്മയുടെ വയറ്റിലിരുന്ന് കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചൊരു ട്രെയിനിങ് വേണം. അച്ഛൻ തന്നെ ഗുരു. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വളരെ രസകരമായിരുന്നു. പക്ഷെ ഇടക്കാലം വെച്ച് ലോകം മുഴുവനും 18-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ചരിത്രം അത് വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ മാത്രമല്ല, ബ്രാഹ്മണ ശ്രേഷ്ഠരെന്നും ശൂദ്രര് എന്തുവാണെന്നും ഒരു ചിന്ത പിൽക്കാലത്ത് ഉണ്ടായില്ല. ഇന്നതില്ല അല്ലേ? ഉണ്ടെങ്കിൽ അത് ശരിയല്ല. ഇങ്ങനെയാണ് ചാതുർവർണ്ണ്യം ഉണ്ടായത്. വളരെ മനോഹരമായ സിസ്റ്റം അല്ലേ ഇത്? അല്ലേ? ഇന്നിപ്പോൾ എക്സ്പേർട്സിനെ ഉണ്ടാക്കണമെങ്കിൽ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം. വയറ്റിലിരുന്ന് കേട്ടതിൻ്റെ ഗുണം 20 വയസ്സിന് ശേഷം പഠിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നല്ല ശ്രേഷ്ഠതയുള്ളതായിരുന്നു. ഇത്രയുമേ 4 വർണ്ണത്തെക്കുറിച്ചുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് സന്തോഷം. ഇത്രയുള്ളേ, ഞാൻ എൻ്റെ കുലത്തിൽ അഭിമാനിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. നമ്മൾ എന്തൊക്കെയോ അറിഞ്ഞൂലേ? എന്തൊക്കെയോ എന്നിലൂടെ നിങ്ങൾ അറിയില്ലേ?
അറിഞ്ഞതല്ല, നിങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നു. അത്രയേ ഉള്ളൂ. നമ്മളൊരു സ്ഥലത്ത് ചെന്നിരുന്നാൽ, വൈഫൈ കണക്ഷനുള്ള സ്ഥലത്ത് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പാസ്വേഡ് അറിയണല്ലേ? പാസ്വേഡ് അറിഞ്ഞ, ഓൾറെഡി അവിടെ വൈഫൈ ഇല്ലേ? ആ പാസ്വേഡ് അറിഞ്ഞാൽ മാത്രമേ അതിലേക്ക് നമുക്ക് എൻട്രി ആവാൻ പറ്റുള്ളൂ. പാസ്വേഡൊക്കെ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളതിൽ എൻട്രി ആയി. അങ്ങനെ നമ്മുടെ തലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ആ അറിവിൻ്റെ കണ്ണിയെ കൂട്ടിച്ചേർക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമാണ്. ഇനി നമ്മുടെ ഒരു കുഞ്ഞു പോലും ഇത്തരമുള്ള കുബുദ്ധികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ തല മുമ്പിട്ട് നിൽക്കേണ്ടി വരരുത്. അതിനുവേണ്ടി ഈ ജ്ഞാനം, നമ്മുടെ ഉള്ളിലുള്ള ഈ അറിവിനെ നമ്മൾ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ട മാർഗങ്ങൾ എവിടെ എന്തെല്ലാം ലഭിക്കുന്നു? പാരായണത്തിലൂടെ, ഏത് വഴിയിലെയോ ലഭിക്കുന്നുവോ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മൂന്നാമത്തെ തലമാണ്. രണ്ട് തലം നമ്മൾ മനസ്സിലാക്കി: ഭൗതികമായ തലം, ദൈവികമായ തലം. മൂന്നാമത്തേതാണ് ആധ്യാത്മികമായ തലം. ഏറ്റവും ശ്രേഷ്ഠമായ തലമാണ് ആധ്യാത്മികമായ തലം. അത് യോഗതലമാണ്. യോഗരാമായണം എന്നൊരു രാമായണമുണ്ട്. രാമായണം പല ഭാഷകളിലുണ്ട്. നമ്മൾ വായിക്കുന്നത്, നമ്മൾ പാരായണം ചെയ്യുന്നത് ആധ്യാത്മ രാമായണമാണ്. തമിഴിലൊരു രാമായണമുണ്ട്, കമ്പരാമായണം. ഏറ്റവും മൂലകൃതി സംസ്കൃതത്തിലുണ്ട്, വാൽമീകി രാമായണം. അതിൽ നിന്ന് പല ഭാഗങ്ങളായി പിരിഞ്ഞതാണ് മറ്റു രാമായണങ്ങളൊക്കെ. ഏതുപോലെ എങ്ങനെയാണോ ഈശ്വരൻ, അതായത് പരബ്രഹ്മം എന്ന ആ നിർഗുണനായ നിരാകാരനായ പരബ്രഹ്മത്തിൽ നിന്ന് പിളർന്ന് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും, എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടോ നമ്മളടക്കം, എല്ലാം ആ പരബ്രഹ്മത്തിൻ്റെ, ആ ഈശ്വര ചൈതന്യത്തിൻ്റെ പല ഭാഗങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അതാണ് അഹം ബ്രഹ്മാസ്മി അല്ലേ? അഹം ബ്രഹ്മാസ്മി തത്വമസി. ഞാനും ഇവിടെ ഇരിക്കുന്ന ഞാനും അവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഒന്നാലേ. അപ്പോൾ ഒരേ വലിയ ബ്രഹ്മത്തിൻ്റെ പല പല കഷ്ണങ്ങൾ. അത് കുറച്ചും കൂടി തലമുയർന്നാൽ തിരിയക്കുകൾ പോലും ജന്തുമൃഗാദികളും വൃക്ഷലതാദികളും പുഴുപൂച്ചികളും എല്ലാം ഒന്നാണ് അല്ലേ? അങ്ങനത്തെ ഒരു ബോധം നമ്മിലേക്ക് ഉയർത്തുന്നതാണ് യോഗരാമായണം. കമ്പരാമായണം പോലെ, മറ്റു രാമായണം പോലെ, എന്നാൽ അതിനേക്കാൾ ആധ്യാത്മിക രസം നുകർന്നു തരുന്നതാണ് യോഗരാമായണം. അത് യോഗികളുടെ തലമാണ്. അതെങ്ങനെയാണ്? യോഗത്തിൻ്റെ അടിസ്ഥാനം തന്നെ പ്രാണായാമമാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ പ്രാണായാമം? എന്താണ് പ്രാണൻ? എന്താണ് പ്രാണൻ? കഥയിലൊക്കെ കേട്ടിട്ടില്ലേ? പ്രാണങ്ങൾ പോകാൻ കിടക്കുന്നേരം നാമജപം കേട്ടിട്ടില്ലേ? ഈ പ്രാണങ്ങൾ, ദശപ്രാണന്മാർ, 10 പ്രാണൻ ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് കാണാനൊന്നും കഴിയാത്ത പ്രാണൻ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കൊക്കെ ദൃഷ്ടിഗോചരമായ അന്നമയമായ, അന്നം കൊണ്ട് പോഷിപ്പിക്കപ്പെടുന്ന ഒരു ശരീരമുണ്ട്. എന്നെ കാണാല്ലേ? എനിക്ക് നിങ്ങളെയും കാണാം. എന്നാൽ നമുക്കെല്ലാം കാണാൻ സാധ്യമല്ലാത്ത സൂക്ഷ്മ ശരീരം, ഒരു പ്രകാശരൂപമായൊരു ശരീരം നമുക്കുള്ളിലുണ്ട്. ഈ പ്രാണൻ പോയി കഴിഞ്ഞാൽ അതാണ് പ്രാണൻ. സൂക്ഷ്മ ശരീരത്തിനുള്ളിലാണ് ഈ പ്രാണൻ. ഈ പ്രാണനെ നിയന്ത്രിച്ച്, പ്രാണായാമത്തിലൂടെ നിയന്ത്രിച്ച് ഒരു യോഗി ശാരീരികവും മാനസികവുമായ സൗഖ്യം നേടുന്നു. എങ്ങനെയാ യോഗികൾ? നമ്മൾ അവരെ വഴക്ക് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമില്ല. അവർക്കെല്ലാം ഒന്നാണ്. തത്വമസിയുടെ അർത്ഥം പൂർണ്ണമായും ഗ്രഹിച്ചവരാണ് അവർ. ഞാനും നീയും ഒന്നാണെന്നിരിക്കെ നീ എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. ആ ഉയർന്ന തലത്തിൽ, ആ ഹയർ കോൺഷ്യസ്നെസ് അവർ എത്തിയിട്ടുണ്ട്. അതിലേക്ക് എത്താനാണ് അധ്യാത്മരാമായണം. ആധ്യാത്മികമായ അറിവ് യോഗനിഷ്ഠയിലൂടെ, പ്രാണായാമത്തിലൂടെ, പ്രാണനെ നിയന്ത്രിച്ച പ്രാണായാമത്തിലൂടെ പ്രകാരമാണോ യോഗി ആ ഉന്നത തലത്തിലെത്തിയത്, അതിനാണ് രാമായണം. അത് വളരെ പ്രതീകാത്മകമായിട്ടാണ് നമുക്ക് മഹർഷീശ്വരന്മാർ തന്നത്. സീത ആരാണ്? പൃഥ്വിയുടെ പുത്രിയാണ് അല്ലേ? ഭൂമി പുത്രിയാണ്. പൃഥ്വി എന്നാൽ ഭൂമിയാണ്. അതാണ് മൂലാധാരം. നമ്മുടെ ഈ ശരീരത്തിലുള്ള ഈ സൂക്ഷ്മ ശരീരത്തിൽ, നമുക്ക് കാണാൻ സാധിക്കാത്ത പ്രകാശ ശരീരത്തിൽ ഒരുപാട് എനർജി ഊർജ സ്രോതസ്സുകളുണ്ട്. ഒന്നും രണ്ടില്ല, ഒരുപാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ, നമ്മൾ പറയാറില്ലേ ഇത്ര ക്ഷേത്രങ്ങൾ, 18 ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. പുരാണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും 18 പുരാണങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇതുപോലെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഒരുപാട് എനർജി സെന്ററുകൾ, ഊർജ സ്രോതസ്സുകൾ, ജംഗ്ഷനുകൾ ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട 7 ഊർജ സ്രോതസ്സുകളുണ്ട്.
നമ്മളതിന് മൂലാധാര ചക്ര, സ്വാധിഷ്ഠാന ചക്ര, ചക്രങ്ങളായിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ. ഇവിടെ ഭൂമി സൂര്യനൊക്കെ കറങ്ങുന്നുണ്ടല്ലോ, അതുപോലെ വളരെ വേഗത്തിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മൂലാധാരത്തിൽ പൃഥ്വിതത്വമായ, ഭൂമി തത്വമായ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ഡലിനി ശക്തിയാണ് സീതാദേവി. അതുകൊണ്ടാണ് ഉഴവുചാലിൽ സീതാദേവി ലഭിച്ചു എന്ന കഥയിൽ നമുക്കത് സംശയം തോന്നിയിട്ടുണ്ടോ? ഈ പെട്ടിയിലൊക്കെ ഉഴവുചാലിരുന്ന കുട്ടി മരിച്ചു പോലും ശ്വാസം കിട്ടാണ്ട് അല്ലേ? കഥാരൂപത്തിൽ പ്രതീകാത്മകമായി പറഞ്ഞതെന്നാണ് യോഗരാമായണത്തിൽ. യോഗതത്വത്തിലേക്ക് എത്താൻ മൂലാധാരത്തിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. മനുഷ്യായി പിറന്ന എല്ലാവരിലും ഈ മൂലാധാര തത്വമുണ്ട്, ഈ ശക്തിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അത് സുഷുപ്ത അവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ ഉണർത്താൻ ഉള്ളതാണ് ക്ഷേത്രാചാരവും നാമജപവും. ചിലർക്കൊക്കെ ഉണർന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മളറിയില്ല, നാമജപത്തിൽ കൂടെ മാത്രമാണ് നമ്മൾ കണ്ടത് കാട്ടാളൻ അല്ലേ? കാട്ടാളനായിരുന്ന രത്നാകരൻ വാൽമീകിയായി മാറി അല്ലെ? എങ്ങനെ അത്രയും അറിവുള്ള ആളായി മാറി. ആ പൃഥ്വി, ആ പുറ്റ് പൊട്ടിച്ച് പുറത്തു കടന്നു. അത് പുറത്തു കടന്നപ്പോൾ അറിവിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്കാണ് വാൽമീകി എത്തിയത്. പക്ഷേ സാധാരണക്കാരും അറിവുള്ളവരായിരുന്നു തെളിയിക്കുന്നൊരു സന്ദർഭം കൂടിയുണ്ട്. അതെപ്പോഴാ? സപ്തർഷികൾ വന്ന് പറയുമ്പോൾ കാട്ടാളിൻ്റെ ആരെടുത്ത സംശയം ചോദിക്കാൻ പോണേ? ആ ഭാര്യയുടെ, കാട്ടാളത്തിൻ്റെ അടുത്തേക്ക് പോണേ. ഭാര്യ എന്താ പറഞ്ഞത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. എന്താ വിദ്യാലയത്തിൽ പോയി പഠിച്ചോ? അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്ന മഹാതത്വമാണ് ആ കാട്ടാള സ്ത്രീ പറഞ്ഞത്. ഭാരതത്തിൽ ജനിച്ച കാട്ടാള സ്ത്രീക്ക് അത്ര അറിവുണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ എത്ര ഉണ്ടാവും? ഉണ്ട്, നമ്മൾ അറിഞ്ഞില്ല അല്ലേ? ഓർത്തെടുത്തില്ല. കാട്ടാളൻ ചോദിച്ചപ്പോഴേ കാട്ടാളത്തേക്ക് അത് ഓർമ്മ വന്നു അല്ലേ? അതുവരെ മുമ്പേ പറഞ്ഞെങ്കിലും അങ്ങനെ ചിന്തിക്കാലോ അല്ലേ? അപ്പൊ അവസരം വരുമ്പോഴാണ് അത് പുറത്തു വരുന്നത്. അങ്ങനെ വാൽമീകിക്ക് ഒരു കാട്ടാളിന് ഇത്രയും മഹത്വമാർന്ന വ്യക്തിയാകാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? അങ്ങനെ മൂലാധാരത്തിലിരിക്കുന്ന സീതാദേവി അഹങ്കാരം ആകുന്ന രാവണനിലേക്ക് എങ്ങനെ എത്തിയത്? ലക്ഷ്മണന്റെ വാക്ക് കേൾക്കാതിരുന്നു, അഹങ്കാരത്തിന്റെ കൂടെ പോയി, ഭൗതികതയുടെ കൂടെ പോയി. അങ്ങനെ മൂലാധാരത്തിലെ സീതാദേവി സ്വാധിഷ്ഠാനയിലൂടെ സമുദ്രം, അതാണ് സ്വാധിഷ്ഠാന ജലതത്വമാണ്, അതാണ് സമുദ്രലംഘനം കാണിക്കുന്നത്. പിന്നെ മണിപൂരകത്തിലേക്ക് അഗ്നിതത്വമാണ്, മൂന്നാമത്തെ അഗ്നിതത്വമാണ്. അതാണ് സീതാദേവി, രാവണവധം കഴിഞ്ഞ് സീതാദേവി അഗ്നിപ്രവേശനം നടത്തുന്നത്. അതും ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. പതിവ്രതയാണെന്ന് തെളിയിക്കാൻ അഗ്നിയിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞ രാമൻ. അതുകൊണ്ട് രാമൻ എങ്ങനെ മര്യാദാ പുരുഷോത്തമനാകും? സ്വന്തം ഭാര്യയെ പോലും വിശ്വാസമില്ല. യഥാർത്ഥത്തിൽ ഇതായിരുന്നു ആധ്യാത്മിക തലത്തിലെത്തിയവർക്ക് സീത ആരാണെന്നറിയാം. അങ്ങനെ മണിപൂരക തത്വത്തിലൂടെ കടന്ന അഗ്നിപ്രവേശനം നടത്തി ശുദ്ധിയായി അനാഹതയിലൂടെ, ലോകം മുഴുവൻ ഒരുപോലെ എന്ന ചിന്തയിലൂടെ, ലോകസ്നേഹത്തിലൂടെ വിശുദ്ധിയിലേക്ക് എത്തി. അങ്ങനെ ഇവിടെ എന്താണത്? ആജ്ഞാചക്രയാണല്ലേ? എന്ന് വെച്ചാൽ ത്രിമൂർത്തികൾക്കുള്ള ആ ഒരു തൃക്കണ്ണ്, ത്രിമൂർത്തി സങ്കല്പം അത് തന്നെയാണ്. ആ തൃക്കണ്ണിലേക്ക് ഉണർന്ന് ത്രികാലജ്ഞാനം നേടി ഭൂതവും ഭാവിയും വർത്തമാനവും മനസ്സിലാക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. ആ ത്രികാലജ്ഞാനത്തിലൂടെ സഹസ്രാരയിലിരിക്കുന്ന ശ്രീരാമനുമായി നമ്മൾ സദാശിവൻ എന്നാ പറയാം. അതെങ്ങനെയാ? പഴയ കാലത്തുള്ളവർക്കറിയാം. നമ്മൾ ഉമ്മറക്കോലായിരുന്ന് ശിവനാമ കീർത്തനം ചൊല്ലാറുണ്ട്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഈ 6 പടി, ഈ പറഞ്ഞ 6 പടികൾ, സൂക്ഷ്മ ശരീരത്തിലുള്ള 6 പടികൾ, അതെങ്ങനെ കിടക്കാം? എളുപ്പമായുള്ള വഴിയെ ചെല്ലുമ്പോൾ. എളുപ്പ ആധ്യാത്മിക തലം ഒരേ സമയം കഠിനതരവുമാണ്, എളുപ്പവുമാണ്. അങ്ങനെയുള്ള 6 പടികളിലൂടെ കടന്നാൽ സഹസ്രാരത്തിലിരിക്കുന്ന ഭഗവാൻ സദാശിവൻ. എന്താ സദാശിവൻ? സദാശിവനാണ് പരബ്രഹ്മം. ആ സദാശിവനെ ലയിച്ചാൽ പിന്നെ ശ്രീരാമ തത്വം അത് തന്നെയാണ്. രാമൻ എന്ന വാക്കിൽ, രാമൻ എന്ന പേരിൽ അതുണ്ട്. രാ എന്നത് നാരായണ തത്വമാണ്, മാ എന്നത് ശിവതത്വമാണ്. പഞ്ചാക്ഷരിയിലെ മാ, നാരായണനിലെ രായും ചേർന്നാണ് രാമൻ. ഈ രാമമന്ത്രം മാത്രം ജപിച്ചാൽ മതി. സഹസ്രനാമം മുഴുവൻ തുല്യഫല.
നേരത്തെ പറഞ്ഞ മനസ്സിരുത്തി ഭക്തിയോടെ ചൊല്ലിയാൽ, ഒരു തവണ ചൊല്ലിയാൽ മതി. പൂർണ്ണ ഭക്തിയോടെ ഒറ്റ തവണ ജപിച്ചാൽ ഈ പറഞ്ഞ സദാശിവൻ നമുക്കെത്താൻ നമ്മുടെ സൂക്ഷ്മ ശരീരം പ്രാപ്തമാകും. അങ്ങനെ പ്രാപ്തമായാൽ പിന്നെ പട്ടാഭിഷേകമാണ്. അതാണ് അവിടെ പട്ടാഭിഷേകം. പട്ടാഭിഷേകം കഴിഞ്ഞാൽ രാമായണം വായിക്കണ്ട. കേട്ടിട്ടില്ലേ? ഉത്തര രാമായണം വായിക്കണ്ട എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? എന്തായിരിക്കും കാരണം? അതും ഒരു കുഞ്ഞു ചോദിച്ച സംശയം. ഉത്തര രാമായണം വായിച്ച ദോഷം, അങ്ങനെയല്ലേ നമ്മൾ പറയാ? എന്തെങ്കിലും നമുക്ക് അറിയാത്ത പറഞ്ഞാൽ അത് ദോഷമാണ് നമ്മൾ പറഞ്ഞോളൂ. ദോഷം എന്ന് വെച്ചാൽ നമുക്ക് ഗുണകരല്ലേ, അതൊക്കെ ദോഷം അങ്ങനെ പറയുന്നു അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഉത്തര രാമായണത്തിൽ വേറെ ഒന്നുമല്ല, ഈ സദാശിവനിൽ എത്തിയ ഒരു യോഗി തലത്തിൽ മാത്രം ഒരു ഗൃഹസ്ഥാശ്രമം എത്തിയാൽ മതി. അതിനപ്പുറത്തേക്കും സൂക്ഷ്മ ശരീരത്തിൽ തലങ്ങളുണ്ട്, പിന്നെയും ഉണ്ടോ? ഇതിലൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന അവസ്ഥയിലെത്തും. പിന്നെ എങ്ങനെ കുലധർമ്മം നിലനിർത്തും അല്ലേ? ഒരു ഗൃഹസ്ഥാശ്രമയുടെ ആദ്യ ധർമ്മം എന്താ? പുത്രനെ സൃഷ്ടിക്കുക അല്ലേ? നമ്മുടെ കുലം നിലനിർത്തുക, ഒപ്പം കുലധർമ്മവും. ഓരോ കുലത്തിനും ഓരോ ധർമ്മം, അതും ജാതിയിൽ അന്ന് പറഞ്ഞിരുന്നു അല്ലേ? നേരത്തെ പറഞ്ഞ ബ്രാഹ്മണധർമ്മം പാലിക്കാൻ ഓരോ ബ്രാഹ്മണനും ശ്രമിച്ചിരുന്നു. വൈശ്യധർമ്മം പാലിക്കാൻ, ശൂദ്രധർമ്മം പാലിക്കാൻ, ക്ഷത്രിയധർമ്മം പാലിക്കാൻ ഓരോരുത്തരും ഇന്ന് ആ തരത്തിൽ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കുലധർമ്മം ആചരിക്കണമെങ്കിൽ പുത്ര സൃഷ്ടി നടക്കണം അല്ലേ? പിന്നെ നമ്മൾ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചാൽ എന്തുണ്ടാവും? അതുകൊണ്ട് ഇത്രയും മതി. ഇതിലപ്പുറത്തേക്ക് നിങ്ങൾ പോകണ്ട. ഇനിയും അപ്പുറത്തെ തലങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ പോകണ്ട. ഒരു ചിലപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ജന്മങ്ങളുണ്ട് അല്ലേ? അവിടെ ആവാം. അതുകൊണ്ട് അത്ര മതി. ഈ ഉത്തരരാമായണം വായിച്ചത് ദോഷമൊന്നുമില്ല, അതിന് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. അപ്പൊ അതിലൊക്കെ ആവുമ്പോൾ നമുക്കൊരു നേരത്തെ പറഞ്ഞ വേദങ്ങൾക്ക് എങ്ങനെയാണോ വേദം പഠിക്കാൻ പരിധിയിട്ടുള്ള വലിയ ജ്ഞാനം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഗുരു വേണം. വ്യാസപൂർണിമ അല്ലേ? വ്യാസഭഗവാനെ നമ്മൾ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ആദ്യ ഗുരുവാര, ഏതൊരു മനുഷ്യന്റെ ആദ്യ ഗുരുവാര? അമ്മ അല്ലേ? അമ്മയാണ് ഏതൊരു മനുഷ്യന്റെയും ആദ്യ ഗുരു. വ്യാസനോടൊപ്പം നമുക്ക്, വ്യാസദേവനോടൊപ്പം നമുക്ക് നമ്മുടെ അമ്മയെ കൂടെ ഓർക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഗുരുപൂർണിമയ്ക്ക് മിക്ക സ്ഥലങ്ങളിലും ഗുരുപൂജയോടൊപ്പം മാതൃപൂജ നടത്താറുണ്ട് അല്ലേ? അതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മുടെ മാതാവാണ് ആദ്യ ഗുരു. അപ്പൊ ആദ്യ ഗുരുവായ മാതാക്കന്മാരെ എന്ത് വേണം? ധർമ്മം പാലിക്കാൻ മക്കളെ പ്രാപ്തരാക്കണം. വലിയ ഉത്തരവാദിത്ത അമ്മമാർക്കുള്ളതല്ലേ? പിന്നെയോ പതിയെ ധർമ്മപാതയിൽ കൊണ്ടുവരണം. വലിയ ഉത്തരവാദിത്തമാണല്ലേ? അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതൽ ആചാരങ്ങൾ വച്ചത്. ഒരു കുട്ടി ചോദിച്ചിട്ടാ അതുകൊണ്ട് എടുത്തു പറഞ്ഞത്. കുട്ടികളുടെ എളുപ്പമായാലും അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചേനെ. നമ്മൾ ചോദിക്കില്ല, എന്നുവെച്ചാൽ നമുക്ക് ബോധം കൂടുതലല്ലേ? ബോധത്തിന് കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഞാനിത് ചോദിച്ചാൽ മറ്റുള്ളവരെന്ത് കരുതും അല്ലേ? ഞാൻ ഇത് ചോദിച്ചാൽ മറ്റുള്ളവർ കരുതുമെന്ന് മാത്രമല്ല, ഞാൻ വീട്ടിലാണെന്ന് വിചാരിക്കുമോ അല്ലേ? നമ്മളങ്ങനെ വിചാരിക്കാം. നമുക്കൊക്കെ കുറേ ബുദ്ധിയുണ്ട്, ബോധമുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ബോധം കുറവായതുകൊണ്ട് അവർ അനാവശ്യവും ആവശ്യമായ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? അപ്പോൾ യോഗതത്വം മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ഋഷീശ്വരന്മാരുടെ ലക്ഷ്യം. അതും നമുക്കൊരു ചെറിയ കഥയിലൂടെ മനസ്സിലാക്കാം. ഒരിക്കൽ 3 വയസ്സുള്ള ഒരു കുട്ടി അച്ഛനോട് ഒന്ന് ചോദിച്ചു. അച്ഛൻ അങ്ങനെ മറക്കോലായിരുന്ന് പുസ്തകം വായിക്കുക, പേപ്പർ വായിക്കുക അല്ലേ? ന്യൂസ് പേപ്പർ. ഇന്നോ മൊബൈൽ തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ ഇരിക്കുക. നല്ല മഴ പെയ്യണം, മനോഹരമായ മഴ കാണണമെന്ന് അച്ഛന് ആഗ്രഹമില്ല കേട്ടോ. പക്ഷെ ആ കുട്ടിക്കുണ്ട്. ഇങ്ങനെ ഇടമുറിയാതെ മഴ പെയ്യുന്നത് കണ്ട് കുട്ടിക്ക് ആകാംക്ഷയായി. ചോദിച്ചു അച്ഛനോട്, അച്ഛാ ഈ മഴ എവിടെ നിന്നാ വരണേ? ഉടനെ അച്ഛന് സന്തോഷമായി പേപ്പറൊക്കെ ഉടച്ചു. എൻ്റെ മകന് വിജ്ഞാനദാഹമുണ്ട്, അറിവുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാ പിന്നെ അങ്ങോട്ട് പറഞ്ഞു കളയാം. സൂര്യദേവന്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെ ജലം ബാഷ്പീകരിച്ചുകൊണ്ട് മേഘമായി മാറുന്നു. മേഘം ഘനീഭവിച്ച് തണുത്ത് ഘനീഭവിച്ച് മഴയായി ഭൂമിയിലേക്ക് പതിച്ചു. കുട്ടിയുടെ കണ്ണ് 2 ബൾബ്. ഭയന്നു വെച്ച്, എന്ത് ഘനീഭൂതം? അത് എന്തൊരു ഭൂതം? ഏറ്റവും ആശ്രയമായി, നമുക്കൊക്കെ ഏറ്റവും ആശ്രയാരാ? അമ്മ. ഇന്നും നമുക്ക് അങ്ങനെ തന്നെ അല്ലേ? അമ്മ അവിടെ ഉണ്ട് അല്ലേ? അമ്മയെ ആശ്രയിച്ചാൽ മതി. ദുരിത സമയത്ത് നമ്മൾ അമ്മയുടെ കാലൊന്നും ഓർത്താൽ മതി. മപ്പത്ത് നമ്മുടെ അടുത്ത്. ദേവി അങ്ങനെയാ, ഭഗവതി അങ്ങനെയാ, നമ്മളമ്മമാരങ്ങനെയല്ലേ? മക്കൾ എത്ര തെറ്റ് ചെയ്താലും ക്ഷമിച്ച് ഇനിയും തെറ്റ് ചെയ്യാതിരിക്കാൻ അവരെ പ്രാപ്തരാക്കി അല്ലേ? നല്ലവരായി വളർത്താൻ ശ്രമിച്ചു. നമ്മുടെ അമ്മ അങ്ങനെ തന്നെയാണ് ഭഗവതി. അമ്മയുടെ അടുത്തേക്ക് ഓടി. എവിടെ അമ്മ? അടുക്കളയിലാ.
മക്കൾക്ക് വേണ്ടി നല്ല പലഹാരങ്ങളും ഭക്ഷണങ്ങളും അല്ലേ, മന്ത്രപൂരിതമായി നമ്മൾ മന്ത്രം ചൊല്ലി വേണം, നാമം ജപിച്ച് രാമരാമ ചൊല്ലി തന്നെ ഭക്ഷണം തയ്യാറാക്കിക്കോളൂ. ഏത് മന്ത്രം നമുക്ക് ജപിക്കാം, ഇഷ്ടമുള്ളത് എവിടെയാണോ നമുക്ക് ഇഷ്ടം, ആ ഒരു എനർജി ആ ഭക്ഷണത്തിലുണ്ടാവും. അതുകൊണ്ടാണ് അമ്മയുടെ കൈപുണ്യം, അതിന് പ്രത്യേക സ്വാദം, രുചി കൊണ്ടല്ല ഗുണം കൊണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അതാണ് അരിയിടുമ്പോൾ മന്ത്രം ഇല്ല, എന്തിനേയും മന്ത്രം നാമം രാമ 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 കൃഷ്ണ 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 ഒക്കെ ഞങ്ങൾ ചൊല്ലിക്കും. ലാസ്റ്റ് ചങ്ങനയും കൊണ്ട് ആൾക്കാർ വരില്ലേ, കാലങ്ങനെയും അല്ലേ. നമ്മൾ ഉറക്കൊരു നാമം ജപിച്ചാലോ, ദിവസേന അമ്പലത്തിൽ പോയി പോവാ അല്ലേ, സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൗൺസിലർ എന്ന് പറയുന്ന കാലഘട്ടമായി പോയി. പതുക്കൻ ജപിക്കും, നമ്മുടെ വീട്ടിലായിട്ടാണ് അല്ലേ, പ്രത്യേകത. അമ്മയുടെ അടുത്ത് വന്നു, അമ്മയോട് ചോദിച്ചു, അമ്മേ മഴ എങ്ങനെ ഉണ്ടാവണേ? പണിത്തിരക്കിന്റെ ഇടയിൽ, പണി ചെയ്യുന്നതിനിടയിലാണ് അമ്മ പറയുന്നത്. ഒന്നുമില്ല മോനെ, ഐരാവത് എന്ന് പറഞ്ഞ വെളുത്ത ആനയെ കേട്ടിട്ടുണ്ടോ? ദേവേന്ദ്രന്റെ ആന. അവിടെ നിന്നിട്ട് ആ സ്വർഗത്തിൽ നിന്നിട്ട് ഒരൊറ്റ തുമ്പിക്കൈ നീട്ടല, കടലിലെ വെള്ളം ഒരൊറ്റ വലിയ. എന്നിട്ട് അങ്ങട് മോളി അങ്ങോട്ട്. കുട്ടിക്ക് എളുപ്പം മനസ്സിലായി, സന്തോഷമായി. ആ കുട്ടിക്ക് ഓടി ചെന്നു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ആദ്യം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്താ, അച്ഛൻ ഒന്നും അറിയില്ല, എന്താ കാട്ടി അച്ഛൻ, ഒരു കണയറിയില്ല, എൻ്റെ എനിക്ക് എല്ലാം അറിയാം. കൂട്ടുകാരോടും നാട്ടുകാരോടും വിദ്യാലയത്തിൽ ചെന്ന് അവിടെ അധ്യാപികയോട് വരെ പറഞ്ഞു. ചെറിയ കുട്ടികളല്ലേ, അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ വലിയ കാര്യമായിട്ട് പറയും. അവൻ്റെ മാനസിക തലമനുസരിച്ചാണ് അമ്മ പറഞ്ഞു കൊടുത്തത്. അച്ഛൻ പറഞ്ഞതോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അറിയിക്കാം അല്ലേ. സൂര്യൻ ഉദിക്കുന്നത് എവിടെയാ എന്ന് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. വേണമെങ്കിൽ ഇതേ അധ്യാപിക തന്നെ, ചിലപ്പോൾ വേറെ അധ്യാപികയായിരിക്കും, പഠിപ്പിക്കും. 8ാം ക്ലാസ്സിലാവുമ്പോൾ സൂര്യൻ കിഴക്കാണോ ഉദിക്കണേ? ഉദിക്കുന്നുണ്ടോ സൂര്യൻ? ഇല്ല, സൂര്യൻ അവിടെ നിൽക്കുക, ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും പറഞ്ഞു ശരിയല്ലേ. ഒരാളുടെ മാനസിക തലമനുസരിച്ചാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ജ്ഞാനം നമുക്ക് പകുത്തു തന്നത്. നമ്മൾ ഭൗതിക തലത്തിലാണെങ്കിൽ അത് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഭൗതിക തലം കുറച്ച് നാൾ മനസ്സിലാക്കി നമ്മൾ ചിലപ്പോൾ ആദ്യം കുറ്റപ്പെടുത്തും, രാമൻ ഗർഭിണിയായ ചെയ്ത് ഉപേക്ഷിച്ചു എന്നൊക്കെ. പക്ഷേ അത് വായിച്ചു കഴിയുമ്പോൾ, സംശയമുള്ളവർ വായിക്കുക, മുഴുവൻ അങ്ങോട്ട് വായിച്ച് കഴിയുമ്പോൾ, ഓരോ വർഷവും വായിക്കുമ്പോൾ, നിത്യേനാന്ന് പറഞ്ഞത് അങ്ങനെ ദിവസേന വായിക്കാം 2 വരി വെച്ച്. അങ്ങനെ വായിച്ച് കുറേ കാലം കഴിയുമ്പോൾ ആന്തരാർത്ഥം തനിയെ വിളങ്ങും. യാതൊരു സംശയമില്ല. ഒരു ഗുരുപദേശവും രാമായണ പഠനത്തിന് വേണ്ട, വേദം പോലെയോ മറ്റു മന്ത്രം പോലെയോ ഒന്നും വേണ്ട. തനിയെ വിളങ്ങും, താനേ വിളങ്ങും. അപ്പോൾ ഈ വായിക്കുന്ന വ്യക്തി സാവധാനത്തിൽ ദൈവിക തലത്തിലെത്തും. ദൈവിക തലത്തിലെത്തിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ ഭക്തിയോടെ വായിച്ചാൽ പിന്നെ ഭക്തിയോടെ വായിക്കും. നേരത്തെ ഉത്തരം കിട്ടാനാണ് ശ്രദ്ധയോടെ വായിച്ചത്, കുറ്റം കണ്ടെത്താൻ, വിമർശനത്തിന്. പക്ഷെ വിമർശിച്ച വ്യക്തി തന്നെ ക്രമേണ ദൈവിക തലത്തിലെത്തി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ക്രമേണ ആരും പറഞ്ഞു തരാതെ ഈ പറഞ്ഞ ആധ്യാത്മിക തലത്തിൽ എത്തിച്ചേരും, യോഗീ തലത്തിലെത്തി, യോഗരാമായണത്തിൽ എത്തിച്ചേരും. അങ്ങനെ ഒരു പുസ്തകം തന്നെയുണ്ട്. അത് വായിക്കാനുള്ള അവസരം ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് വായിച്ച് തന്നെ ആ അറിവിൽ അദ്ദേഹം എത്തിച്ചേരും. അങ്ങനെ ആധ്യാത്മികമായ കൊച്ചുകുട്ടിക്ക് അച്ഛനമ്മയും പറഞ്ഞു കൊടുത്ത വ്യത്യാസം മാത്രമേ ഋഷീശ്വരന്മാർ ചെയ്തുള്ളൂ അല്ലേ. 1ാം ക്ലാസ്സിലെ തലവും PhD തലവും വ്യത്യാസം ഉണ്ടല്ലേ, ഡോക്ടറേറ്റ് എടുക്കാൻ. അതുപോലെ നമ്മൾ തലങ്ങൾ മാറി സഞ്ചരിച്ച് ആധ്യാത്മിക തലത്തിൽ എത്തിച്ചേർന്ന് ആ യോഗ സൗഖ്യം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ രാമായണം വായിച്ചത്. ഇത്ര നാളും വായിച്ചു കൊണ്ടിരുന്നത്, ഇനി വായിക്കാൻ പോണതും. ഇനി ഈ നിമിഷം മുതൽ നമ്മൾ വായിക്കുമ്പോൾ രാമകഥയിൽ പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് താനേ വിളങ്ങും, യാതൊരു സംശയമില്ല. അതിൽ വേദം മുഴുവൻ 4 വേദങ്ങളും, ഋഗ്വേദം രാമനാണ്, യജുർവേദം ലക്ഷ്മണനാണ്, സാമവേദം അടുത്ത ആരാ? ഞാൻ ചോദിക്കാലോ. ഭരതൻ. 4ാമത്തെ ആളാരാ? ശത്രുഘ്നൻ. കുട്ടികളെ ഓർക്കാൻ പറയും. നമ്മളൊക്കെ വീരന്മാരായിരുന്നു, ആവണം. വീരാരാധനയുള്ളതായിരുന്നു ഭാരതം. ആരാ വീരന്മാര്? കേട്ടിട്ടുണ്ടോ വീരന്മാരെന്ന്? വീരപുരുഷൻ എന്ന് കേട്ടിട്ടില്ലേ? പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെട്ടതാണ് പുരുഷൻ. നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഫെമിനിസ്റ്റുകൾ പറയും, എന്താ സ്ത്രീ പറഞ്ഞില്ല, വീരസ്ത്രീ ആയിക്കോട്ടെ. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേർത്താണ്, പുരുഷനിൽ അതും ഉൾപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ രാമായണത്തിൽ വേദം എങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു, അതുപോലെ പുരുഷനും സ്ത്രീയും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. വീരപുരുഷൻ
ആരാ വീരൻ? എന്തും ചെയ്യുന്നവനല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഭയലേശമന്യേ പറയുന്നവനും ചെയ്യുന്നവനുമാണ് വീരൻ. അങ്ങനെയുള്ള വീരന്മാർക്ക് മനഃശക്തി കൂടുതലായിരിക്കും അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തതല്ലേ, അതുകൊണ്ടല്ലേ ഡിപ്രഷൻ അല്ലേ? വക്കീലന്മാർക്കൊക്കെ ഭയങ്കര പണിയായിരിക്കും. പിന്നെ എന്നെപ്പോലുള്ള കൗൺസിലർമാർക്കൊന്നും ഇരിക്കാൻ നേരണ്ടാവില്ല വീരതയിലേക്ക്. ആ വീരതയാണ് നമുക്ക് വേണ്ടതും നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടതും. നമ്മൾ ഉറക്കെ പറയും അല്ലേ? സത്യം എങ്ങനെ പറയാം? ഉറക്കെ പറയും. സ്കൂളിൽ അങ്ങനെയല്ലേ, കുട്ടികൾ ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുമ്പോൾ അറിയണ കാര്യങ്ങൾ ഉറക്കെ പറയും. തെറ്റാണെങ്കിലും ധൈര്യമുള്ളവർ ഉറക്കെ പറയും. കാരണം പറയുന്നത് ശരിയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും വീരന്മാരാവുക, ആധ്യാത്മികതയിൽ വേരൂന്നിയ വീരന്മാരായി നമ്മൾ ഓരോരുത്തരും മാറാനാണ് വാൽമീകി മഹർഷി ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ നാരദ മഹർഷിയുടെ ഉപദേശത്താൽ രാമായണം എഴുതി നമുക്ക് തന്നത്. എല്ലാവരും വായിക്കുക, പറഞ്ഞതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് അല്ലേ? ഇതൊക്കെ ഓർമ്മയുണ്ടാവില്ലേ? മറന്നു പോയില്ലല്ലോ. അടുത്ത തവണ ഞാൻ വരുമ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ചോദ്യോത്തരങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ, സംവാദത്തിലൂടെ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കും, യാതൊരു സംശയമില്ല. നിങ്ങൾക്കിത് പകർന്നു തന്നതിലൂടെ, എന്നിലൂടെ അത് നിങ്ങളിലേക്ക് വന്നാണ്. നിങ്ങളുടെ ജ്ഞാനം ഉണർന്നതിൽ ഇതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ആരാണ്? ഞാൻ തന്നെ, ഒപ്പം നിങ്ങളോടൊപ്പം. അപ്പം എല്ലാവരും മനോഹരമായിട്ട് രാമ കഥാതത്വാമൃതം മനസ്സിലാക്കി. ഇതിലും കൂടുതൽ ഇനിയും നിങ്ങളുടെ ഉള്ളിലുണ്ട്, എനിക്കറിയാം. അത് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ആരെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് താനെ ഉണരും. രാമായണം വായിക്കുമ്പോൾ ഈ പറഞ്ഞ ഭക്തിയോടെ മാത്രം വായിച്ചാൽ മതി. മനസ്സിലാക്കി വായിക്കുക, എന്നിട്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുക. നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറയെ കൂടി വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തരാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.